ഹായ് ഹലോ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. മക്കളെ, നിങ്ങളുടെ ഡിഗ്രി ലെവല് മെയിൻസ് പരീക്ഷകളുടെ തയ്യാറെടുപ്പ് വളരെ നല്ലതുപോലെ നടക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനിവിടെ നമ്മുടെ ഡിഗ്രി മെയിൻസ് ആകട്ടെ, അല്ലെങ്കിൽ നമ്മുടെ 10th ലെവല് ആകുന്ന പരീക്ഷകളാകട്ടെ, അതുപോലെ നമ്മുടെ +2 ലെവലാകുന്ന പരീക്ഷകളാകട്ടെ, ഏത് ലെവലോ ആയാലും ഇതിൽ എടുത്തു ഞാൻ പറയുന്നത് ഈ പറയുന്ന ഡിഗ്രി തലത്തിലുള്ളതാകുന്ന പരീക്ഷയുടെ മെയിൻസിന് വേണ്ടിയിട്ട് എന്നുള്ള കാര്യമാണ്. എടാ, ഞാൻ ഇന്ന് എടുത്തിട്ടുള്ള ചോദ്യം 2015 ഒരു ചോദ്യപേപ്പറാണ്. ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിനകത്ത് നമുക്ക് ഇനി വരാനുള്ള പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറേ ചോദ്യങ്ങൾ എൻ്റെ കണ്ണിൽ പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ VFA-കാരും ഇതൊന്ന് എടുത്ത് ശ്രദ്ധിച്ചേക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു ചോദ്യ പേപ്പർ മൊത്തമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ചോദ്യങ്ങൾ എന്താണ്, ഉത്തരങ്ങൾ എന്താണ് എന്ന് മാത്രം പഠിച്ചാൽ മതി. കാര്യം ഇതിനകത്തുള്ള ചോദ്യങ്ങളെ തിരിച്ചറിയുക എന്നതിലാണ് പ്രാധാന്യമുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങൾ എന്ന വണ്ണം അതിന്റെ ഓരോ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ എന്ന വണ്ണം നമുക്ക് എന്ത് ചെയ്യാം മക്കളെ, നോക്കി തുടങ്ങാം. ഓക്കെ അല്ലേ മക്കളെ? എടാ, ദാ ഇവിടെ ഒന്നാമത്തെ ചോദ്യം നോക്കേ. ഒന്നാമത്തെ ചോദ്യം ഇവിടെ നമുക്ക് 21 തുടങ്ങുന്നത്. 1 തൊട്ട് ഒരു 20 വരെയുള്ള ചോദ്യങ്ങൾ മാത്സ് ആണ്. തൽക്കാലം മാത്സ് ചോദ്യങ്ങൾ മാറ്റി നിർത്തിയിട്ട് ബാക്കി ചോദ്യങ്ങളെ ഞാൻ ഇവിടെ എടുക്കുന്നുള്ളൂ കേട്ടോ. ഇവിടെ ഒന്നാമത്തെ ചോദ്യം നോക്കേ. എടാ, ടോക്സിക് സബ്സ്റ്റൻസസ്, അതായത് ഏതെങ്കിലും ആകുന്ന ഒരു വിഷവത്താകുന്ന ഒരു വസ്തു ഒരു ഫുഡ് ചെയിനിനകത്തേക്ക് വന്ന് കൂടുകയാണെങ്കിൽ ഇത് ഹയർ ട്രോഫിക് ലെവലിലേക്ക്, അതായത് നമ്മുടെ ഫുഡ് ചെയിൻ എന്ന് പറയുന്ന സാധനത്തിലെ വലുതാകുന്ന ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇത് അവിടെ അക്യൂമുലേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഒന്നാമത്തെ ചോദ്യം ചോദിക്കുന്നത്. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ബയോ മാഗ്നിഫിക്കേഷൻ. അതായത് നമ്മളിപ്പോൾ പറയും, എന്താണ്, ഇപ്പോൾ ഞാൻ പറയുകയാണ്, ഒരു പുല്ല് എന്ന് പറയുന്ന ഒരു സാധനം ഭക്ഷിക്കുന്നു, ഗ്രാസ് എന്ന് പറയുന്ന ഒരു സാധനം ഭക്ഷിക്കുന്നു, ഗ്രാസ് ഹോപ്പർ ഭക്ഷിക്കുന്നു. ഓക്കെ ആണോ? ഗ്രാസ് ഹോപ്പർ എന്ത് ചെയ്യുന്നു, ഭക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. ഈ ഗ്രാസ് ഹോപ്പർ ആകുന്ന സാധനത്തിനെ ഫ്രോഗ് ഭക്ഷിക്കുന്നു എന്ന് ഞാൻ പറയുകയാണ്. ഈ പറയുന്ന ഫ്രോഗിനെ ഈഗിള് ഭക്ഷിച്ചു എന്ന് ഞാൻ പറയുകയാണ്. എന്നാണെങ്കിൽ ഇവിടെ ഈ പറയുന്ന ഗ്രാസ് എന്ന് പറയുന്ന സാധനത്തിനകത്ത് എന്തെങ്കിലും ആകുന്ന ഒരു വിഷം എന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കാര്യമാകുന്ന രീതിയിൽ ഈ പറയുന്ന ഗ്രാസ് ഹോപ്പറിനകത്തേക്ക് എത്തും, ഇത് പതുക്കെ ഈ ഫ്രോഗിനകത്തേക്ക് എത്തും, ഇത് ഈഗിളിനകത്തേക്ക് എത്തും അല്ലെ. ഇനി മനസ്സിലാക്കുക, ഈ ഹയർ ട്രോഫിക് ലെവൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ പറയുന്ന ഏറ്റവും അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ കാണുന്ന ആൾ അവിടേക്ക് എത്തുമ്പോൾ ഈ വിഷം എന്ന് പറയുന്ന സാധനം ഇവിടെ അക്യൂമുലേറ്റ് ചെയ്ത് കിടക്കുകയാണ് ചെയ്യുക. മറിച്ച് ഈ പറയുന്നതായ ടോക്സിക് സബ്സ്റ്റൻസ് അവിടെ ഇല്ല എങ്കിൽ ഈ പ്രശ്നമില്ല. അപ്പോൾ അത് ഹയർ ട്രോഫിക് ലെവലിലേക്ക് വരുമ്പോൾ അക്യൂമുലേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേര് എന്ത്, ബയോ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി എന്താ 22ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ മിക്സ്ഡ് നെർവ്. എടാ, മിക്സ്ഡ് നെർവ് ആകുന്ന, നെർവ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ നാഡീ വ്യവസ്ഥയുമായിട്ട്, നാഡികൾ എന്ന് നമ്മൾ പറയുന്ന സാധനമാണ് അല്ലെ. അപ്പോൾ ഈ പറയുന്ന നെർവുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമായിട്ട് മിക്സ്ഡ് നെർവ് എന്നതിലേക്കാണ് പോയേക്കുന്നത്. ഈ തന്നിരിക്കുന്നതിൽ ഒരു മിക്സ്ഡ് നെർവ് ഉണ്ട്, അത് ഏതാണ് എന്നാ ചോദിക്കുന്നത്. വാഗസ് നെർവ് എന്ന് പറയുന്ന സാധനം എന്തിന് ഉദാഹരണമാണ്, ഒരു മിക്സ്ഡ് നെർവിന് എക്സാമ്പിൾ ആണ്. അപ്പൊ മിക്സ്ഡ് നെർവിന് എക്സാമ്പിൾ ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണ്, വാഗസ് നെർവ് എന്ന് പറയും. ആരാടാ, വാഗസ് നെർവ് എന്ന് പറയുന്ന സാധനമാണ് മിക്സ്ഡ് നെർവിന് ഉദാഹരണം. ഓക്കെ അല്ലേ? ഇനി അടുത്തതാകുന്ന ചോദ്യം നോക്കേ. ഇവിടെ ദ സ്മോളസ്റ്റ് ആൻഡ് ദ ലൈറ്റസ്റ്റ് ബോൺ ഇൻ എ ഹ്യൂമൻ ബോഡി. സ്മോളസ്റ്റ് ആൻഡ് ദ ലൈറ്റസ്റ്റ് ബോൺ ഇൻ എ ഹ്യൂമൻ ബോഡി എന്ന് പറഞ്ഞാൽ ആരാണ്? എടാ, ഈ സ്മോളസ്റ്റ് ആൻഡ് ലൈറ്റസ്റ്റ് ബോൺ ഇൻ എ ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും സ്റ്റേപ്പിസ്, നമ്മുടെ ചെവിയിൽ കാണുന്നതാകുന്ന ഭാഗമാണ് കേട്ടോ. ചെവിയിൽ നമുക്ക് 3 എല്ലുകൾ കാണുന്നുണ്ട്. മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ് എന്ന് പറഞ്ഞിട്ട് 3 പേര്. മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ് എന്ന് പറഞ്ഞിട്ട് ഇത് നമ്മൾ കാണപ്പെടുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ മിഡിൽ ഇയറിന്റെ ഭാഗത്താണ്. മധ്യകർണം അല്ലെങ്കിൽ മിഡിൽ ഇയർ എന്ന് പറയുന്ന ഭാഗത്താണ് ഈ പറയുന്ന മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ് എന്ന് പറഞ്ഞുള്ള 3 ആളുകൾ ഉള്ളത്. അതിൽ ഈ പറയുന്ന സ്റ്റേപ്പിസ് എന്ന് പറയുന്നത് ശരീരത്തിലെ ഏറ്റവും ചെറിയ ബോണാണ് എന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം നോക്കേടാ. ദ വാക്സിൻ യൂസ്ഡ് ഇൻ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ, അതായത് പോളിയോ സംബന്ധമായിട്ട് കൊടുക്കുന്ന ആ വാക്സിന്റെ പേര് എന്താണ് എന്നാ ചോദിക്കുന്നത്. ഓക്കെ അല്ലെ? പോളിയോ സംബന്ധമായിട്ട് കൊടുക്കുന്ന വാക്സിൻ ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. മക്കളെ, പോളിയോ സംബന്ധമായിട്ട് കൊടുക്കുന്ന വാക്സിന്റെ പേര് എന്ന് പറയുന്നത് എന്താണ്? നമുക്കത് ഈ ഒരു ഓപ്ഷനിനകത്ത് ഇല്ല. ഇതൊരു ക്യാൻസൽഡ് ക്വസ്റ്റ്യൻ ആണ്. എന്നാലും നമുക്ക് നോക്കാം വേറെ എന്താണ് ഉള്ളത്. സാധാരണഗതിയിൽ നമ്മൾ ഇതിനെ പറയുന്നത് ഓറൽ പോളിയോ വാക്സിൻ എന്നാണ് കേട്ടോ. OPV അല്ലെങ്കിൽ ഓറൽ പോളിയോ വാക്സിൻ. OPV അല്ലെങ്കിൽ ഇതിനെ എന്തെന്ന് വിളിക്കും, ഓറൽ പോളിയോ വാക്സിൻ എന്ന് വിളിക്കും കേട്ടോ. ഓറൽ പോളിയോ വാക്സിൻ എന്ന് വിളിക്കും ഈ സാധനത്തിനെ. OPV അല്ലെങ്കിൽ ഓറൽ പോളിയോ വാക്സിൻ. അതാണ് ഈ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ എന്തൊക്കെ പറഞ്ഞു, ടോക്സിക് സബ്സ്റ്റൻസുകൾ കടന്നുകൂടിയാൽ ഹയർ ട്രോഫിക് ലെവലിൽ അക്യൂമുലേറ്റ് ചെയ്യും. ഇത് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ട് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ചോദ്യം കേട്ടോ. അതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, ബയോ മാഗ്നിഫിക്കേഷൻ. ഇനി വാഗസ് നെർവ് എന്ന് പറയുന്നത്, ഇത് അതിന്റെ ലൊക്കേഷനും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഇത് മിക്സഡ് നെർവ് ആണ് എന്ന് പറയുന്നത്.
പറയുന്നു. ഇനി സ്മോളസ്റ്റ് ആൻഡ് ദ ലൈറ്റസ്റ്റ് ബോൺ എന്ന് പറയുന്നത് ആരാ? സ്റ്റേപ്പിസ് എന്ന് പറഞ്ഞു. നമ്മുടെ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് എന്ന് പറയുന്നത് ഏതാണ് മക്കളെ? ഓറൽ പോളിയോ വാക്സിൻ. ഏതാടാ? ഓറൽ പോളിയോ വാക്സിൻ. ഓക്കെ അല്ലേ? അടുത്തതാകുന്ന ചോദ്യത്തിനകത്തേക്ക് പോകുന്നു. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നോക്കിയ മക്കളെ, ഇൻ എ മോണോ ഹൈബ്രിഡ് ക്രോസ്. എന്താടാ? ഇൻ എ മോണോ ഹൈബ്രിഡ് ക്രോസ് എ ഹെറ്ററോജീനസ് ടോൾ പീ പ്ലാന്റ് ഈസ് ക്രോസ്ഡ് വിത്ത് എ ഡ്വാർഫ് പീ പ്ലാന്റ്. എടാ, ഈ ഹെറ്ററോജീനസ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന ധാരണ നിങ്ങൾക്കുണ്ടോ? എടാ, ഈ ഡ്വാർഫ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ടോള് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് നിങ്ങൾക്ക് ധാരണയുണ്ടോ? മക്കളെ മനസ്സിലാക്കുക, ഹെറ്ററോജീനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തുള്ളതാകുന്ന അലീലുകൾ എന്ന് പറയുന്നത് എന്താണ്? ഈ രീതിയിലായിരിക്കും ഇരിക്കുക. ഒരാൾ വലുതും ഒരാൾ ചെറുതുമാകുന്ന അലീൽ. ഇനി ഇങ്ങനെ ചേർന്നിരിക്കുന്നതായ ഒരു ക്രോമസോമോ എന്ന് പറയുന്നതിലൂടെ പുറത്ത് പ്രകടമാകുന്ന സ്വഭാവം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ വലുതിന്റെ സ്വഭാവമായിരിക്കും, അതായത് നീളമുള്ളത് എന്നാണ്. ഓക്കെ അല്ലെ? ഡ്വാർഫ് ചെടിയുമായിട്ട് എന്ന് പറഞ്ഞാൽ രണ്ടും ടി ആണ്. ഇത് ഫോം ചെയ്യുന്ന അലീൽ എന്ന് പറയുന്നത് എന്താണ്? ടി ടി എന്ന രീതിയിലാണ് ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. ഓക്കെ അല്ലേ? ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ഗ്യാമേറ്റുകൾ, ഒരാള് ഇവിടെ വലുതാണ്, ഒരാൾ ചെറുതാണ്. ഇവിടെ ഉണ്ടാകുന്ന ഗ്യാമേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ചെറുത് മാത്രമാണ്. ഇനി ഇവർക്കിടയിൽ ഒരു ക്രോസേഷൻ നടക്കുകയാണെങ്കിൽ, ഒരു ക്രോസിങ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ സാധ്യതകളുണ്ട്? ഈ പറയുന്ന വലുതും ഈ ചെറുതും കൂടെ ചേർന്നിട്ട് ഇങ്ങനെയൊരു ചെടി ഉണ്ടാകും. പ്രകടമായ സ്വഭാവം എന്ന് പറയുന്നത് എന്തായിരിക്കും? ടോൾ എന്നതാകുന്ന സ്വഭാവമായിരിക്കും. ഇനി എന്താ സംഭവിക്കുന്നത്? ഈ ചെറുതും ഈ പറയുന്ന ചെറുതും കൂടെ ചേർന്നിട്ട് എന്താണ്? ടി ടി എന്ന രീതിയിൽ ഡ്വാർഫ് ആകുന്ന ഒരു ചെടിയും അവിടെ ഉണ്ടാകും എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ടോള് സ്വഭാവമുള്ള ഒരാള്, ഡ്വാർഫ് സ്വഭാവമുള്ള ഒരാൾ. ഇനി നോക്കേടാ, അവിടെ ചോദിക്കുന്നു 25ന്റെ ആൻസർ എന്താണ്? അങ്ങനെ വരികയാണെങ്കിൽ പ്രോജനീസ് ഫോംഡ് ഇൻ ദി F1 ജനറേഷൻ എന്തായിരിക്കും? മക്കളെ, ഇതാണ് F1 ജനറേഷൻ എന്ന് പറയുന്നത്. ആദ്യത്തെ തലമുറ എന്ന് പറയുന്നത് എന്താകും ഉണ്ടാകുക? ഒരു ടോളും ഉണ്ടാകും, ഒരു ഡ്വാർഫും ഉണ്ടാകും. ഇനി നോക്കേ, ഓൾ ആർ ടോള് എന്ന് പറയുന്നത് ശരിയാകുമോ? ഇല്ല. ഓൾ ആർ ടോൾ എന്ന് പറയുന്നത് ശരിയാകുമോ? ഇല്ല. ഓൾ ആർ ഡ്വാർഫ് ശരിയാകുമോ? ഇല്ല. ഇനി നൺ ഓഫ് ദീസ് എന്ന് എന്തായാലും പറയാൻ പറ്റൂല എന്ന് ഉറപ്പാണ്. പിന്നെ അവിടെ ഓപ്ഷന് സാധ്യതയുള്ളത് ആര് മാത്രമാണ്? ഓപ്ഷൻ സി മാത്രമാണ് സാധ്യതയുള്ളത്. ഒരു ടോളും അതുപോലെ തന്നെ ഡ്വാർഫുമാകുന്ന ആള് അവിടെ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇനി 26ാമത്തെ ചോദ്യം നോക്കേടാ. 26ാമത്തെ ചോദ്യത്തിനകത്ത് എന്തിനെ കുറിച്ചാ പറയുന്നത്? 26ാമത്തെ ദ എലമെന്റ്സ് വിച്ച് ഷോ വേരിയബിൾ വാലൻസി. വേരിയബിൾ വാലൻസി എന്ന് പറഞ്ഞാൽ എന്താ? വാലൻസി എന്ന് പറയുന്ന സാധനം എന്താ? ഏറ്റവും ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള ഓർബിറ്റിനകത്ത് നിന്ന് എത്രത്തോളം ആകുന്ന ഇലക്ട്രോണുകളെ പുറന്തള്ളാൻ സാധിക്കുന്ന കഴിവുണ്ടോ അതിനെ നമുക്ക് ഈ വാലൻസി എന്ന് പറയാം, അല്ലെ? അല്ലെങ്കിൽ എത്രത്തോളം ഇലക്ട്രോണുകളാണോ ഇനി കുറവുള്ളത് അവിടെ നമുക്ക് അതിനെ എന്തെന്ന് വിളിക്കാം? വാലൻസി. അതായത് ഒക്ടറ്റ് റൂള് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഒക്ടറ്റ് റൂള് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന അഷ്ട നിയമം എന്ന് പറയുന്നത്. അതായത് ഔട്ടർ മോസ്റ്റ് ഓർബിറ്റലിനകത്ത് 8 ഇലക്ട്രോണുകളാണ് വന്ന് നിറയേണ്ടത്. ശരിയല്ലേ? ഇനി എത്ര ഇലക്ട്രോണുകളുടെ കുറവ് അവിടെയുണ്ട്, അല്ലെങ്കിൽ എത്ര ഇലക്ട്രോണുകൾ കളയണം, അല്ലെങ്കിൽ എത്ര ഇലക്ട്രോണുകൾ നേടണം, ഈ ഒരു എണ്ണത്തെ വിളിക്കുന്ന പേരാണല്ലോ വാലൻസി. അങ്ങനെയാകുന്ന വാലൻസി എന്ന് പറയുന്നത് വേരിയബിൾ ആയി കാണിക്കുന്ന ആള് ഈ കൂട്ടത്തിൽ ആര് എന്നാണ്. പൊതുവെ വേരിയബിൾ വാലൻസ് കാണിക്കുന്ന ആളുകളൊക്കെ തന്നെ ഉള്ളത് എവിടെയാണ്? ഡി ബ്ലോക്ക് എലമെന്റ്സുകളുടെ കൂട്ടത്തിലാണ്. ഓക്കെ ആണോ? ഡി ബ്ലോക്ക് എലമെന്റ്സുകളുടെ കൂട്ടത്തിലാണ് എന്തുള്ളത്? ഈ പറയുന്ന വേരിയബിൾ വാലൻസി. അതുകൊണ്ട് തന്നെ കളേർഡ് കോമ്പൗണ്ട്സുകൾ ഉണ്ടാക്കുന്ന ആളുകളും അവരുടെ കൂട്ടത്തിൽ തന്നെയാണ് വരുന്നത് കേട്ടോ. കളേർഡ് കോമ്പൗണ്ട്സുകൾ ഉള്ള ആളുകൾ എവിടെയാണ് വരുന്നത് എന്ന് ചോദിച്ചാലും ഇവരുടെ കൂട്ടത്തിൽ തന്നെയാണ് വരിക കേട്ടോ. ഓക്കെ അല്ലേ? ഇനി ഈ പറയുന്ന കളേർഡ് കോമ്പൗണ്ട്സുകളൊക്കെ എവിടെയാണ് എന്ന് എടുത്ത് ചോദിച്ചാലും ഈ പറയുന്ന ഡി ബ്ലോക്ക് എലമെന്റ്സിനാണ്. ഇനി നോക്കേടാ, വിച്ച് കോമ്പൗണ്ട് ഈസ് കോൾഡ് ആസ് കാർബോറെൻഡം. എടാ, കാർബോറെൻഡം എന്നറിയപ്പെടുന്ന ആള് എവിടെയാണ്, അല്ലെങ്കിൽ ആരെ വിളിക്കുന്ന പേരാണ് കാർബോറെൻഡം എന്നാ ചോദിക്കുന്നത്. കാർബോറെൻഡം എന്ന് പറഞ്ഞാല് സിലിക്കൺ കാർബൈഡിനെ വിളിക്കുന്ന പേരാ. സിലിക്കൺ കാർബൈഡിനെ വിളിക്കുന്ന പേരാ എന്തെന്ന് പറയുന്നത്? കാർബോറെൻഡം എന്ന് പറയുന്നത്. ആരെ വിളിക്കുന്ന പേരാ? സിലിക്കൺ കാർബൈഡിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? കാർബോറെൻഡം എന്ന് പറയുന്നത്. സിലിക്കൺ കാർബൈഡിനെ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ത് ചെയ്യുന്നു? ഇന്നേ മോണോ ഹൈബ്രിഡ് ക്രോസ് ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഹെറ്ററോജീനസ് ടോൾ പീ പ്ലാന്റും അതുപോലെ ഒരു ഡാർഫും കൂടെ ചേർന്നിട്ട് ഞാൻ അവിടെ എടുത്താൽ F1 ജനറേഷനിൽ എന്തുണ്ടാകും എന്നാ ചോദിച്ചേ. അതിനകത്ത് എന്തുണ്ടാകും? ടോളും ഉണ്ടാകും, ഡ്വാർഫും ഉണ്ടാകും എന്ന് പറഞ്ഞു. ഇനി വേരിയബിൾ വാലൻസി ഉണ്ടാക്കുന്നത് ഡി ബ്ലോക്ക് ആണ്. കാർബോറെൻഡം എന്ന് പറയുന്നത് ആരാണ്? സിലിക്കൺ കാർബൈഡ് എന്ന് പറയുന്ന സാധനമാണെന്ന് പറഞ്ഞു.
ഇനി നമ്മുടെ 28ാമത്തെ ചോദ്യം നോക്കേ. എടാ ഇവിടെ ഇവിടെ ദ ലെൻസ് യൂസ്ഡ് ടു റെക്ടിഫൈ ദ ഡിസീസ് മയോപ്പിയ. എടാ മയോപ്പിയ എന്നതാകുന്ന ഡിസീസ് എന്താണ് ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്നത് എന്തിനെ എന്നാണ് ചോദിക്കുന്നത്. സാധാരണയായി ഉപയോഗിക്കുന്ന സാധനം എന്താണ്? മയോപ്പിയ എന്ന രോഗമാണ് ഉണ്ടാകുന്നതെങ്കിൽ കോൺകേവ് മിറർ ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഓക്കെ ആണോ? അപ്പോ സാധാരണഗതിയിൽ നമുക്ക് ഇത് ഓർത്തു വെക്കാൻ ഒരു വഴി എന്താണെന്ന് ചോദിച്ചാൽ മയത്തി നോക്കാൻ പറഞ്ഞാൽ മതി. മയോപ്പിയ എന്ന് പറഞ്ഞാൽ ഒരു മയത്തിലൊക്കെ നോക്കണം. ഈ മയത്തിലൊക്കെ നോക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? സാധാരണ അപ്പുറത്തെ വീട്ടിലിരിക്കുന്ന ആളുടെ വീട്ടിൽ എന്ത് നടക്കുന്നു എന്നറിയാൻ വേണ്ടി ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ മയത്തി നോക്കണമെന്ന് പറയും. അപ്പോ മയത്തിലല്ല നോക്കുന്നതെന്നല്ല അതിന്റെ അർത്ഥം. അതിനർത്ഥം എന്താ? നമ്മൾ ഒരു ബൈനോക്കുലർ പോലുള്ള സാധനം വല്ലതും വെച്ചിട്ടായിരിക്കും നോക്കുന്നത്. അതായത് ഈ പറയുന്ന കുഴല് പോലിരിക്കുന്ന, അതായത് നമുക്ക് അവിടെ ഉപയോഗിക്കാനുള്ള സാധനം എന്ന് പറയുന്നത് എങ്ങനെ ഇരിക്കുന്ന? കുഴല് പോലിരിക്കുന്ന ഒരു സാധനം. കണ്ടോ? കുഴല് പോലിരിക്കുന്ന സാധനം. ഇതാണ് കോൺകേവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ കോൺകേവ് ലെൻസ്. ഓക്കെ ആണോ? കോൺകേവ് ലെൻസ് എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ ആലോചിച്ചാൽ മതി. മയോപ്പിയയ്ക്ക് മയത്തി നോക്കണം, അതായത് കോൺകേവ് ലെൻസ്. അതായത് ഒരു സിലിണ്ടർ കണക്കുപോലെ കുഴല് പോലിരിക്കുന്ന ഒരു സാധനം. എന്താ സാധനം? കോൺകേവ് ലെൻസ്. ഇനി നോക്കാം 29ാമത്തെ ചോദ്യം. ദ മോസ്റ്റ് അബണ്ടന്റ് എലമെന്റ് ഓൺ ദി എർത്ത് ക്രസ്റ്റ്. ഭൂമിയുടെ ക്രസ്റ്റിൽ കാണപ്പെടുന്ന ദ മോസ്റ്റ് അബണ്ടന്റ് എലമെന്റ് എന്ന് പറയുന്നത് ആരാണ്? മോസ്റ്റ് അബണ്ടന്റ് എലമെന്റ് ഇൻ ദ എർത്ത് ക്രസ്റ്റ് എന്ന് പറയുന്നത് ആരാണെടാ? ഓക്സിജൻ. എടാ എർത്തിന്റെ ക്രസ്റ്റിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് എന്നാണ് ചോദിക്കുന്നത്. എർത്തിന്റെ ക്രസ്റ്റിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ആരായിരിക്കും? ഓക്സിജൻ എന്ന് പറയുന്ന ആളായിരിക്കും. ആരായിരിക്കും ഏറ്റവും കൂടുതലുള്ള? ഓക്സിജൻ എന്ന് പറയുന്നത്. ഈ പ്രപഞ്ചത്തിൽ മൊത്തമായിട്ട് എന്ന് ചോദിക്കുമ്പോൾ അത് ആരുടെ പേര് പറയണം? ഹൈഡ്രജൻ. അറ്റ്മോസ്ഫിയർ എന്ന് പറയുമ്പോഴാണ് ആരുടെ പേര് വരേണ്ടത്? നൈട്രജന്റെ പേര് വരുന്നത്. ഇനി നോക്കാം, യൂണിറ്റ് ഓഫ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താകും? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. എന്താണ് നമ്മുടെ ആക്സിലറേഷന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്? എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ ആണോ? നമ്മുടെ ആക്സിലറേഷൻ എന്ന് പറയുന്ന ആളുടെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ അല്ലെ? ആക്സിലറേഷന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താ? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇവിടെ മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നതും അതുപോലെ കിലോമീറ്റർ പെർ അവർ എന്നൊക്കെ പറയുന്നതെല്ലാം തന്നെ ആരുടെ യൂണിറ്റ് ആണ്? സ്പീഡ് എന്ന് പറയുന്ന ആളുടെ യൂണിറ്റ് ആണ്. അല്ലെങ്കിൽ ആരുടെ യൂണിറ്റ് ആണ്? വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗം എന്ന് പറയുന്നതായ ആളുടെ യൂണിറ്റ് ആണ്. സ്പീഡിന്റെ മലയാളം വേഗത, വെലോസിറ്റിയുടെ മലയാളം എന്ന് പറയുന്നത് പ്രവേഗം. ഇവരുടെ യൂണിറ്റുകളാണ് ഇത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? ഇനി അടുത്തതാകുന്ന ചോദ്യം നോക്കേ. ഹൂ ഈസ് ദ ഗവർണർ ഓഫ് മേഘാലയ? ഹൂ ഈസ് ദ ഗവർണർ ഓഫ് മേഘാലയ? ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും മനസ്സിലാക്കാനുള്ളത് കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ട് ഈ അടുത്തിടയ്ക്ക് എന്തെങ്കിലും വലിയ വലിയ സംഭവങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ ആ നടന്ന മേഖല എന്ന് പറയുന്നതിനെ പരിഗണിച്ചുകൊണ്ട് അവിടുത്തെ ഗവർണർ ആരാണ് എന്ന് ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നിലവിൽ ചോദിക്കാൻ സാധ്യത മേഘാലയയുടേത് എന്നുള്ളത് പറയണ്ട, മറിച്ച് ആരുടെ ഗവർണറിനെ ചോദിക്കാൻ സാധ്യതയുണ്ട്? ഒന്ന് ഗവർണർ ഓഫ് കർണാടക ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ അല്ലേ? അതുപോലെ നമ്മുടെ ഉത്തർപ്രദേശ് ഗവർണർ ആരാണ് എന്ന് ചോദിക്കാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. ഗവർണർ ഓഫ് കർണാടക അതുപോലെ ഗവർണർ ഓഫ് ഉത്തർപ്രദേശ് ചോദിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇതൊക്കെ ആരാണ് എന്നൊന്ന് ആലോചിച്ചേടാ. ഇവിടെ ഗവർണർ ഓഫ് കർണാടക എന്ന് പറയുന്നത് ആരാണ്? ഗവർണർ ഓഫ് ഉത്തർപ്രദേശ് എന്ന് പറയുന്നത് ആരാണെന്നൊന്ന് ഒന്ന് ഓർത്തേടാ. ആരാണ്? കിട്ടിയോ? നമുക്ക് അറിയാവുന്ന ആളുകളൊക്കെയാ. അപ്പോ ഞാൻ ഏറ്റവും ആദ്യം ഒരു ചോദ്യം ചോദിക്കട്ടെ. നിലവിൽ ആരാണ് ഗവർണർ ഓഫ് കേരള എന്ന് പറയുന്നത്? ഗവർണർ ഓഫ് കേരള എന്ന് പറയുന്നത് ആരാണ്? കേരളത്തിന്റെ ഗവർണർ എന്ന് പറയുന്നത് ആരാ? അത് അർലേഖർ ആണ് അല്ലെ? അർലേക്കർ ആണ് അല്ലെ? അദ്ദേഹത്തിന്റെ ശരിയായ പേര് എന്ന് പറയുന്നത്, മൊത്തമാകുന്ന പേരെന്ന് പറയുന്നത് എന്താ മക്കളെ? രാജേന്ദ്ര അർലേക്കർ. ആരാടാ? രാജേന്ദ്ര അർലേക്കർ. ശരിയല്ലേ? രാജേന്ദ്ര അർലേക്കർ എന്ന് പറയുന്ന വ്യക്തിയാണ് എന്തെന്ന് പറയുന്നത്? നിലവിൽ ഈ പറയുന്ന കേരളത്തിന്റെ ഗവർണർ എന്ന് പറയുന്നത് അല്ലെ? ഇനി ഈ പറയുന്ന ഉത്തർപ്രദേശിന്റേത് ആരാണ് എന്ന് ചോദിച്ചാൽ അനന്തിബെന്നോ ആനന്ദിബൻ പട്ടേൽ എന്നോ എന്ത് വേണോ വായിച്ചോ. അനന്തിബൻ പട്ടേൽ. എന്താടാ പേര്? അനന്തിബൻ പട്ടേൽ. അനന്തിബൻ പട്ടേലാണ് ഉത്തർപ്രദേശ്. അനന്തിബൻ പട്ടേൽ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഉത്തർപ്രദേശിന്റെ. അതുപോലെ നമ്മുടെ കർണാടകയിലേക്ക് വരുമ്പോൾ തവാർ ചന്ദ് ഗെഹ്ലോട്ട് എന്ന് വരും കേട്ടോ. മറ്റേ ധർമ്മസ്ഥലയുടെ ഒക്കെ ഇഷ്യൂ നടക്കുന്ന സമയമല്ലേ, അതുകൊണ്ടാണ് ഞാൻ അതൊന്ന് എടുത്തു നോക്കാൻ പറഞ്ഞത്. തവാർ ചന്ദ് ഗെഹ്ലോട്ട്. ആരാടാ? തവാർ ചന്ദ് ഗെഹ്ലോട്ട് എന്നാണ് ആളുടെ പേര് കേട്ടോ. തവാർ ചന്ദ് ഗെഹ്ലോട്ട് എന്നാണ് ആളുടെ പേര് കേട്ടോ. അപ്പൊ എന്തൊക്കെ കാര്യം പറഞ്ഞു? നിലവില് ഗവർണർ ഓഫ് കർണാടക എന്ന് പറയുന്നത് തവാർ ചന്ദ് ഗെഹ്ലോട്ട് ആണ്. അതുപോലെ ഗവർണർ ഓഫ് ഉത്തർപ്രദേശ് എന്ന് പറയുന്നത് ആനന്ദിബെൻ പട്ടേൽ ആണ്. ഗവർണർ ഓഫ് കേരള എന്ന് പറയുന്നത് രാജേന്ദ്ര അർലേക്കർ ആണ്. ഇത്രയും കാര്യങ്ങളൊന്നും എന്താണ് കാര്യമായെന്ന രീതിയിൽ തന്നെ നോക്കി വെക്കണം കേട്ടോ. ഇത്രയും കാര്യങ്ങൾ അന്നേരം കൃത്യമാകുന്ന രീതിയിൽ തന്നെ പിടികിട്ടിയില്ലേ? അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? ദ ലെൻസ് യൂസ്ഡ് ടു റെക്ടിഫൈ ദ ഡിസീസ് മയോപ്പിയ എന്ന് പറയുന്നത് ഏതാണെന്നാ പറഞ്ഞേ? കോൺകേവ് ലെൻസ്.
ഏതാടാ കോൺകേവ് ലെൻസ്. മോസ്റ്റ് അബണ്ടന്റ് എലമെന്റ് ഓൺ ദ എർത്ത് ക്രസ്റ്റ് എന്ന് പറയുന്നത് ആരാ? ഓക്സിജൻ. യൂണിറ്റ് ഓഫ് ആക്സിലറേഷൻ ആരാ? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. പിന്നെ പറഞ്ഞു ഗവർണർ ഓഫ് കർണാടക തവാർ ചന്ദ് ഗെഹ്ലോട്ട് ആണ്. അതുപോലെ ആനന്ദിബൻ പട്ടേലാണ് ഉത്തർപ്രദേശിന്റെ ഗവർണർ. അതുപോലെ ഗവർണർ ഓഫ് കേരള എന്ന് പറയുന്നത് രാജേന്ദ്ര അർലേക്കർ ആണ് എന്ന് പറഞ്ഞു. ശരിയല്ലേ? അടുത്തതാകുന്ന ചോദ്യത്തിനകത്തേക്ക് കിടക്കാം. അടുത്തതാകുന്ന ചോദ്യം നോക്കേടാ, ദ ബെസ്റ്റ് ഡോക്യുമെന്ററി ഫിലിം ഓഫ് ഓസ്കാർ 2015. അപ്പോ അവിടെ നമുക്ക് മനസ്സിലായ ഒരു പ്രധാന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഓസ്കാർ എന്ന് പറയുന്ന സാധനം പരീക്ഷയ്ക്ക് സാധാരണ ചോദ്യമായിട്ട് വരേണ്ടവയാണ്. നിലവിലത്തെ പരീക്ഷയ്ക്ക് ചോദിക്കുമോ ഇല്ലയോ എന്ന് അറിയില്ല. എന്നാലും നമുക്ക് എന്ത് ചെയ്യണം? മെയിൻ ആകുന്ന ഓസ്കാർ വിന്നറുകളാകുന്ന ആളുകൾ ആരൊക്കെയെന്നൊന്ന് നോക്കണം. ശരിയല്ലേ? നോക്കാം. എല്ലാം ഒന്നും പഠിക്കണമെന്നില്ല ഇവിടെ. വേണ്ടുന്നതാകുന്ന കാര്യങ്ങൾ എന്നുള്ള നിലയിലുള്ള കാര്യങ്ങളെ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. എടാ നോക്കാം. ഇപ്പൊ നിലവിൽ നടന്നിട്ടുള്ള 97th അക്കാഡമി അവാർഡ്സ് കേട്ടോ. ഇപ്പൊ നിലവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓസ്കാർ ഇപ്പൊ പ്രഖ്യാപിച്ചിട്ടുള്ളത് എത്രാമത്തെയാണ്? 97th അക്കാഡമി അവാർഡ്സ് ആണ് എന്ന് മനസ്സിലാക്കുന്നു. ഓക്കെ അല്ലേ? ഇതിനകത്ത് നമുക്ക് കുറച്ചാകുന്ന ആളുകളുടെ കാര്യങ്ങൾ പഠിക്കണം. ലീഡ് റോള്, അതായത് എന്താണ് നായക നടൻ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ ഒരു ലീഡ് റോളിന് എന്താണ് അവാർഡ് കിട്ടിയത് ആരാണ്? ഓക്കെ അല്ലേ? ലീഡ് റോളിന് കിട്ടിയത് ദ ബ്രൂട്ടലിസ്റ്റ് എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചതിന് വേണ്ടി അഡ്രൈൻ ബോർഡി എന്ന് പറയുന്ന ആളാണ് കേട്ടോ. ADRIEN അഡ്രൈൻ ബ്രോഡി. കണ്ടോ? അഡ്രൈൻ ബ്രോഡി എന്നാണ് അദ്ദേഹം അഭിനയിച്ച സിനിമയുടെ പേരാണ് ദ ബ്രൂട്ടലിസ്റ്റ്. എന്താണ്? ദ ബ്രൂട്ടലിസ്റ്റ്. അപ്പോ ബെസ്റ്റ് ആക്ടർ എന്ന് പറയുന്നത് ആരാണ്? ദ ബ്രൂട്ടലിസ്റ്റ് എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചതിന് ആർക്ക് കിട്ടി? അഡ്രൈൻ ബ്രോഡി എന്ന് പറയുന്ന ആൾക്ക് കിട്ടി. ആർക്കാ കിട്ടി? അഡ്രൈൻ ബ്രോഡി എന്ന് പറയുന്ന ആൾക്ക് കിട്ടി. 2025 പ്രഖ്യാപിച്ചിട്ടുള്ളത് 97ാമത്തെ അവാർഡാണ്, ഓസ്കാർ അവാർഡാണ് എന്ന് മനസ്സിലാക്കുക. ലീഡ് റോൾ എന്ന് പറയുന്നത് അഡ്രൈൻ ബ്രോഡി എന്നാണ് ആളുടെ പേര് കേട്ടോ. അതുപോലെ ലീഡ് റോളിൽ വരുന്ന ആക്ട്രസ്, നായിക ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കെയ്റൻ കുൽക്കിൻ എന്നാണ് പേര് കേട്ടോ. കെയ്റൻ, KEIREN. REN എന്നോ ചിലയിടത്ത് RAN എന്നോ എഴുതാറുണ്ട്. കെയ്റൻ, KEI KEI എന്നാക്കണ്ട, KIE എന്നാക്കിക്കോട്ടോ. KIE, കെയ്റൻ. എങ്ങനായാലും വായിച്ചാൽ മതിയല്ലോ. കെയ്റൻ എന്താണ്? കുൽക്കിൻ എന്നാണ് ആളുടെ പേര് കേട്ടോ. കെയ്റൻ കുൽക്കിൻ എന്നാണ് ആളുടെ പേര്. അപ്പോ ഇത് ഏത് സിനിമയ്ക്ക് വേണ്ടിയിട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ റിയൽ പെയിൻ, അതാണ് സിനിമ കേട്ടോ. എ റിയൽ പെയിൻ എന്നാണ് സിനിമയുടെ പേര് കേട്ടോ. അപ്പോൾ ബെസ്റ്റ് ആക്ട്രസിന് അവാർഡ് കിട്ടിയത് റിയൽ പെയിനിനും, അതുപോലെ ബെസ്റ്റ് നായകന് കിട്ടിയത് ദ ബ്രൂട്ടലിസ്റ്റ് എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് അഡ്രൈൻ ബ്രോഡി എന്ന് പറയുന്ന ആൾക്കാണ് കേട്ടോ. അപ്പൊ അഡ്രൈൻ ബ്രോഡി എന്ന് പറയുന്ന ആൾക്ക് കിട്ടിയത് ദ ബ്രൂട്ടലിസ്റ്റിന് വേണ്ടി. കെയ്റൻ കുൽക്കിൻ എന്ന് പറയുന്ന ആൾക്ക് ദ റിയൽ പെയിൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ത് കിട്ടിയിട്ടുള്ളത്? അവാർഡ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ ബെസ്റ്റ് അനിമേറ്റഡ് ആകുന്ന സിനിമ ഏതാണ്? അനിമേറ്റഡ് ഫീച്ചർ ഫിലിം ഏതാണ് എന്ന് ചോദിച്ചാൽ ഓക്കെ ആണോ? അനിമേറ്റഡ് ഫീച്ചർ ഫിലിം എന്ന് പറയുന്നത് ഏതാണ് എന്ന് ചോദിച്ചാൽ മക്കളുമാരെ അവിടെ പറയേണ്ട പേര് എന്ന് പറയുന്നത് എന്താണ്? ഫ്ലോ എന്നാണ് സിനിമയുടെ പേര്. എന്താണ്? ഫ്ലോ എന്നാണ് സിനിമയുടെ പേര്. അനിമേറ്റഡ് ഫീച്ചർ ഫിലിം എന്ന് പറയുന്നത് എന്താണ്? ഫ്ലോ. അതുപോലെ തന്നെ ബ്രൂട്ടലിസ്റ്റ് എന്ന് പറയുന്ന സിനിമയ്ക്ക് കുറച്ച് അവാർഡുകൾ വരുന്നുണ്ട്. അതിൽ ബ്രൂട്ടലിസ്റ്റിന് സിനിമാറ്റോഗ്രഫി, ബെസ്റ്റ് ഛായാഗ്രഹണം, സിനിമാറ്റോഗ്രഫി എന്ന് പറയുന്നത് ഏതിനാണ് പോയേക്കുന്നത്? സിനിമാറ്റോഗ്രഫി എന്ന് പറയുന്നത് ഏതിലാ പോയേക്കുന്നതെന്ന് ചോദിച്ചാൽ ദ ബ്രൂട്ടലിസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഏതിനാ? ദ ബ്രൂട്ടലിസ്റ്റ് എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ബെസ്റ്റ് സിനിമാറ്റോഗ്രാഫി പോയേക്കുന്നത്. ഓക്കെ ആണോ? അപ്പോ അതുപോലെ ഡോക്യുമെന്ററി ഫീച്ചർ ഫിലിം ഏതാണ് എന്നൊരു ചോദ്യം ചോദിക്കാം. എന്താ ഈ ചോദിച്ചിരിക്കുന്ന ചോദ്യം ആ ഒരു ഡോക്യുമെന്ററി ഫിലിം അല്ലേ? അപ്പൊ അവിടെ ചോദിച്ചിട്ടുള്ളത് പോലെ ഇവിടെയും ഞാൻ തരികയാണ് ഡോക്യുമെന്ററി ഫീച്ചർ ഫിലിം. ഇതും കൂടെ മതിയാവും, എല്ലാം ഒന്നും വേണ്ട. ഡോക്യുമെന്ററി ഫീച്ചർ ഫിലിം എന്ന് പറയുന്നത് ഏതാണ് മക്കളെ? ഡോക്യുമെന്ററി ഫീച്ചർ ഫിലിം എന്ന് പറയുന്നത് നോ അതർ ലാൻഡ് എന്നാണ് സിനിമയുടെ പേര്. എന്താടാ? നോ അതർ ലാൻഡ് എന്നാണ് സിനിമയുടെ പേര് കേട്ടോ. നോ അതർ ലാൻഡ് എന്നാണ് സിനിമയുടെ പേര്. എന്താണ്? ഡോക്യുമെന്ററി ഫീച്ചർ ഫിലിം. അപ്പൊ ഒന്നുകൂടെ പറഞ്ഞു വാ. ഓസ്കാർ ഇപ്പൊ കഴിഞ്ഞിട്ടുള്ളതെന്ന് പറയുന്നത് എന്താണ്? 97ാമത്തതാണ് 2025. ലീഡ് റോളിന് അവിടെ ആർക്കാണ് അവാർഡ് കിട്ടിയത്? അഡ്രൈൻ ബ്രോഡി എന്ന് പറയുന്ന ആൾക്കാണ്. ദ ബ്രൂട്ടലിസ്റ്റ് എന്നാണ് സിനിമയുടെ പേര് എന്ന് പറഞ്ഞു. ഇനി ഏറ്റവും ലീഡ് റോളിൽ വരുന്ന ആക്ട്രസ് ആരാണ്? കെയ്റൻ
കുൽക്കിൻ എന്നാണ് ആളുടെ പേര്. റിയൽ പെയിൻ എന്നാണ് സിനിമയുടെ പേര്. റിയൽ പെയിൻ. അതുപോലെ അനിമേറ്റഡ് ഫീച്ചർ ഫിലിം ഏതാ? ഫ്ലോ എന്നാണ് സിനിമയുടെ പേര്. സിനിമാറ്റോഗ്രഫിക്ക് കൊടുത്ത അവാർഡ് എന്ന് പറയുന്നത് ഏതിനാണ്? ദ ബ്രൂട്ടലിസ്റ്റ് എന്ന സിനിമയ്ക്കാണ്. അതുപോലെ ഡോക്യുമെന്ററി ഫീച്ചർ ഫിലിം ഏതാണ് എന്ന് ചോദിച്ചാൽ നോ അതർ ലാൻഡ് എന്നാണ് സിനിമയുടെ പേര്. ഓക്കെ ആണോ? ഡോക്യുമെന്ററി ഫീച്ചർ ഫിലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? നമ്മുടെ നോ അതർ ലാൻഡ് എന്നാണ് സിനിമയുടെ പേര്. ഓക്കെ ആണോ? ഇനിയും കുറെ സാധനങ്ങളുണ്ട്. ഇന്റർനാഷണൽ ഫീച്ചർ ഫിലിം എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അത് ബ്രസീൽ എന്നാണ് ആ സിനിമയുടെ പേര് കേട്ടോ. ഓക്കെ ആണോ? സോറി, ബ്രസീൽ എന്നല്ല, ആളുടെ പേര് ഇന്റർനാഷണൽ ഫീച്ചർ ഫിലിമിന്റെ അതിന്റെ ഡയറക്ടർ ആകുമല്ലോ വാങ്ങിക്കുന്നത്. അപ്പോൾ ബ്രസീൽ, എടാ അങ്ങനെ എന്തോ ഒരു കാര്യമാണല്ലോ. എടാ അതിന്റെ കാര്യം ഞാനൊന്ന് കൺഫേം ചെയ്തിട്ടിടാം കേട്ടോ. തൽക്കാലം ഇത് നോക്കുക. എന്താണ് ഓസ്കാർ എന്ന് പറയുന്നത്? 97ാമത്തതാണ് 2025. അഡ്രൈൻ ബ്രോഡിക്കാണ് ബെസ്റ്റ് ആക്ടർ കിട്ടിയത്. റിയൽ പെയിൻ എന്ന സിനിമയ്ക്ക് വേണ്ടി കെയ്റൻ കുൽക്കിന് കിട്ടി ബെസ്റ്റ് ആക്ട്രസ്. ഇവിടെ അഡ്രൈൻ ബ്രോഡിക്ക് കിട്ടിയത് ബ്രൂട്ടലിസ്റ്റിന് വേണ്ടി. അനിമേറ്റഡ് ഫീച്ചർ ഫിലിമിന്റെ പേരാണ് ഫ്ലോ എന്ന് പറയുന്നത്. സിനിമാറ്റോഗ്രഫി എന്ന് പറയുന്നത് ദ ബ്രൂട്ടലിസ്റ്റ്. ഡോക്യുമെന്ററി ഡോക്യുമെന്ററി ഫീച്ചർ ഫിലിം എന്ന് പറയുന്നത് നോ അതർ ലാൻഡ്. ഇതാണ് സാധനം. ഓക്കെ അല്ലേ? അപ്പൊ ഇത് വളരെ വ്യക്തമാകുന്ന രീതിയിൽ അങ്ങ് പഠിച്ചു വെച്ചോ കേട്ടോ. അടുത്തതാകുന്ന സാധനം നോക്കിയേ. മാൻ ബുക്കർ പ്രൈസ് 2015 ഇത് 2015 ക്വസ്റ്റ്യൻ അല്ല. നമുക്ക് എന്ത് നോക്കാം? മാൻ ബുക്കർ പ്രൈസ് 2025 ആർക്ക് കിട്ടി എന്ന് നോക്കാം. അല്ലെങ്കിൽ ഈ അടുത്തിടയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ആർക്കാണ് കൊടുത്തത് എന്ന് നോക്കാം. ഓക്കെ അല്ലേ? നിങ്ങളെ ഇതും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു ചോദ്യം തന്നെയാണ്. ഇവിടെ 2025 കിട്ടിയേക്കുന്നത് ഹേർട്ട് ലാംബോ എന്ന് പറയുന്നതായ ഒരു കൃതിക്കാണ് കേട്ടോ. ഹേർട്ട് ലാംബോ എന്ന് പറയുന്ന ഒരു കൃതിക്കാണ് അത് കിട്ടിയിട്ടുള്ളത്. അതുപോലെ അത് ആരുടെയാണ് എന്ന് ചോദിച്ചാൽ ബാനു മഷ്താഖ് എന്നാണ് ആളുടെ പേര് കേട്ടോ. ബാനു മസ്താഖ് കേട്ടോ. മഷ്താഖ് കണ്ടോ, MASHTAQ, മഷ്താഖ്. ഈ ഹേർട്ട് ലാമ്പ് ബാനു മഷ്താഖ് കേട്ടോ. അത് പഠിച്ചു വെച്ചോ. ഹേർട്ട് ലാംബോ എന്നാണ് പേര്. ആ കൃതിയുടെ പേര് എന്ന് പറയുന്നത് ഹേർട്ട് ലാമ്പ്. ബാനു മഷ്താഖ് എന്ന് പറയുന്ന ആൾ എഴുതിയതാണ് കേട്ടോ. ഇനി അടുത്ത നോക്കേടാ. വിച്ച് സിറ്റി വാസ് ദ 19th നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ? ഇവിടെ നമുക്ക് എന്ത് വേണം? നിലവിൽ ഈ പറയുന്ന നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ 2015 കാര്യമല്ല നമുക്ക് വേണ്ടേ, 2025 കാര്യം നമുക്ക് വേണ്ടേ. അത് എവിടെ വരും എന്ന് നമുക്ക് എന്ത് ചെയ്യണം? നോക്കണം. ഇതെല്ലാം കറണ്ട് അഫെയർ റിലേറ്റഡ് ആകുന്ന രീതിയിൽ കണക്ട് ചെയ്യാം നമുക്ക് കേട്ടോ. ഇത് എവിടെ വെച്ചാ മക്കളെ നടന്നത്? ഇത് ഈ 2025 വരുമ്പോഴത്തേക്കും നമുക്ക് എവിടെ വെച്ചാ? ഡൽഹിയിൽ വെച്ചിട്ടാണ് അത് നടക്കുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ ആ ഒരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട ഒരു സാധനം കൂടിയാണ്. ഡൽഹിയിൽ വെച്ചിട്ടാണ് നടത്തിയിട്ടുള്ളത്. ഇനി ദാണ്ട് ഇവിടെ CEO ഓഫ് സിൻഡിക്കേറ്റ് ബാങ്ക്. മക്കളെ ഈ സിൻഡിക്കേറ്റ് ബാങ്കിന്റെ CEO എന്ന് പറയുന്ന ഒരു ചോദ്യം എന്തായാലും ഇനി ചോദിക്കാനുള്ള സാധ്യത നമുക്ക് കാണുന്നില്ല. പക്ഷേ നമുക്ക് പല CEOകളെയും ചോദിക്കാൻ സാധ്യതയുണ്ട്. ശരിയല്ലേ? അത് നമുക്ക് സെപ്പറേറ്റ് ആകുന്ന നമ്മുടെ ക്ലാസ്സിനകത്ത് എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കത് കൊണ്ടുവരാം കേട്ടോ. അവിടെ നമുക്കത് പഠിക്കാം. ഇവിടെ അത് വേണമെന്നില്ല. ഇത്രയും കാര്യങ്ങൾ അന്നേരം ഒന്ന് കവറപ്പ് ചെയ്തേ. എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? ബെസ്റ്റ് ഡോക്യുമെന്ററി ഫിലിം എന്ന് പറയുന്നത് 2025 എന്നാണെന്നുണ്ടെങ്കിൽ ഓസ്കാർ നേടിയിട്ടുള്ളത് ആരാണ്? ഈ പറയുന്ന നോ അതർ ലാൻഡ് എന്ന് പറയുന്നതാണ്. ഇനി എന്താ പറഞ്ഞത്? സിനിമാറ്റോഗ്രാഫി കിട്ടിയത് ബ്രൂട്ടലിസ്റ്റ് എന്ന് പറയുന്ന സിനിമയ്ക്കാണ്. അനിമേറ്റഡ് ആകുന്ന ഫീച്ചർ ഫിലിം എന്ന് പറഞ്ഞാൽ ഫ്ലോ എന്നാണ്. അതുപോലെ കെയ്റൻ കുൽക്കിനാണ് ബെസ്റ്റ് ആക്ട്രസ് കിട്ടിയത്. റിയൽ പെയിൻ എന്നാണ് സിനിമയുടെ പേര്. ബ്രൂട്ടലിസ്റ്റ് എന്ന സിനിമയ്ക്ക് വേണ്ടി അഡ്രൈൻ ബ്രോഡി എന്ന് പറയുന്ന ആൾക്ക് ലീഡ് ക്യാരക്ടർ നടൻ എന്നുള്ള രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ 97ാമത്തെ എന്താണ് നമ്മുടെ ഓസ്കാർ അവാർഡാണ് എന്ന് പറഞ്ഞു. ഇപ്പൊ കിട്ടിയിട്ടുള്ള മാൻ ബുക്കർ പ്രൈസ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ലെവലിലുള്ള നമ്മുടെ ആ മാൻ ബുക്കർ പ്രൈസ് എന്ന് പറയുന്നത് ഹേർട്ട് ലാംബോ എന്ന് പറയുന്ന കൃതിക്കാണ് കിട്ടിയിട്ടുള്ളത്. ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നമ്മൾ പറയുന്ന ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് എന്ന് പറയുന്നത് നിലവിൽ കിട്ടിയിട്ടുള്ളത് ആർക്കാണ്? 2025 കിട്ടിയിട്ടുള്ളത് ബാനു മഷ്താഖ് എന്ന് പറയുന്ന ആൾക്കാണ്. നിലവിൽ അത് ഏത് കൃതിയാണ്? ഹേർട്ട് ലാംബ് എന്ന് പറയുന്ന കൃതിയാണ്. ഇനി നമ്മൾ പറഞ്ഞു നമ്മുടെ യൂത്ത് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് ഈ പറയുന്ന 2025 എന്താണ്? ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് നടത്തിയത്. സിഇഒയുടെ കാര്യം നമ്മൾ തൽക്കാലം നോക്കുന്നില്ല എന്ന് പറഞ്ഞു അല്ലേ. അടുത്തതാകുന്ന ക്വസ്റ്റ്യനിനകത്തേക്ക് വരാം. അടുത്ത എന്താ ചോദിച്ചേക്കുന്നത്? ഹൂ ഈസ് ദ പ്രസന്റ് ചെയർമാൻ ഓഫ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി? പ്രസന്റ് ചെയർമാൻ ഓഫ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ആരാണെന്ന് നോക്കേടാ. അടുത്ത ചോദ്യത്തിനകത്ത് നമ്മൾ എന്താ പറഞ്ഞേക്കുന്നത്? ഈ പറയുന്നത് പോലെ ആരാണ്? നമ്മുടെ KC വേണുഗോപാൽ എന്ന് പറയുന്ന ആളെ കുറിച്ചാണ് കേട്ടോ. എന്താ KC വേണുഗോപാലിന്റെ ആ ഒരു ചെയർമാൻ ഓഫ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി? എന്താടാ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് കറന്റ് ആരാണ്? ഇതാരടാ? KC വേണുഗോപാലാണ് കേട്ടോ. ആരാടാ? KC വേണുഗോപാലാണ് കറന്റ് എന്തെന്ന് പറയുന്നത് നമ്മുടെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ. അതുപോലെ ഇന്ത്യയുടെ റാങ്ക് ഗ്ലോബൽ ഹാപ്പിനെസ് ഇൻഡെക്സ് അല്ലെങ്കിൽ വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് എന്നുള്ള രീതിയിൽ നമ്മൾ പറയുമ്പോൾ നിലവിൽ നമ്മൾ പഠിച്ചതാണ് 118 ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത്. ഔട്ട് ഓഫ് മൊത്തം എത്ര രാജ്യങ്ങൾ? 147 രാജ്യങ്ങളുണ്ട് കേട്ടോ. ഔട്ട് ഓഫ്
മൊത്തം എത്ര രാജ്യങ്ങൾ? 147 രാജ്യങ്ങളിൽ 118 സ്ഥാനത്താണ് ഇപ്പം ഇന്ത്യയുടെ ഈ ഗ്ലോബൽ ഹാപ്പിനെസ് ഇൻഡെക്സ് എന്ന് പറയുന്ന ആ ഒരു സംഭവം കിടക്കുക. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം നോക്കേ. ഇത്രയും കാര്യങ്ങൾ വളരെ കൊച്ചു കൊച്ചു ചോദ്യങ്ങളാണ്. നമുക്ക് നൈസായിട്ട് പഠിച്ചു പോകാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അടുത്തതാകുന്ന രീതിയിൽ ഒരു ചോദ്യത്തിനകത്തേക്ക് നോക്കുന്നു. എന്താണ് ഈ അടുത്തിടയ്ക്ക് എന്നുള്ള വണ്ണം? എടാ ഇത് ആക്ച്വലി നമ്മൾ നോക്കണമെന്ന് നിർബന്ധമില്ല. കാര്യം കുറേ സാധനങ്ങൾ നമുക്കറിയാം. ഈ പറയുന്ന അപ്ഡേഷൻസ് വന്നിട്ടുണ്ട് എന്നുള്ളത് അറിയാം. ഇത് 2015 മെയിനായിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ഓരോ ദൗത്യത്തിനും ഉപയോഗിച്ചതാകുന്ന റോക്കറ്റ് ലോഞ്ചസ് റോക്കറ്റ് എന്ന് പറയുന്നത് ഏതാണെന്നാണ്. ഇപ്പൊ ഈ അടുത്ത് നടന്നതാകുന്ന ഒരു മിഷൻ എന്നുള്ള നിലയിൽ ചന്ദ്രയാൻ 3ക്ക് ഉപയോഗിച്ച റോക്കറ്റ് ഏതാണ് എന്നൊരു ചോദ്യം ഉണ്ടാവും കേട്ടോ. ഏതാണ് ആ ചന്ദ്രയാൻ 3 എന്ന് പറയുന്ന സാധനത്തിന് ഉപയോഗിച്ചതാകുന്ന റോക്കറ്റ് എന്നൊരു ചോദ്യം ഉണ്ടാവും. ഏതാണ് ഈ ചന്ദ്രയാൻ 3യുടേതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് GSLV മാർക്ക് 3, അതാ ഈ കിടക്കുന്ന ആളാ കേട്ടോ. GSLV മാർക്ക് 3. അപ്പൊ ചന്ദ്രയാൻ 3ക്ക് നമ്മൾ ഉപയോഗിച്ചത് GSLV മാർക്ക് 3 ആണ്. ഓക്കെ ആണോ? മാർക്ക് 3. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ചന്ദ്രയാൻ 3യുമായിട്ട് ബന്ധപ്പെട്ട് എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചാൽ, എടാ നമ്മൾ ഇപ്പോൾ ഒരു സയൻസ് മേഖലയിലുള്ളതാകുന്ന ഒരു പരമോന്നതമാകുന്ന ഒരു പുരസ്കാരം എന്ന നിലയിൽ നമ്മളൊരു അവാർഡ് നൽകുന്നുണ്ടല്ലോ ഇപ്പോൾ. എന്താ അതിനെ വിളിച്ച? രാഷ്ട്രീയ വിഗ്യാൻ പുരസ്കാരം എന്ന് പറയും. ഇത് തന്നെ 4 സബ് കാറ്റഗറികൾ എന്നുള്ള വണ്ണമാണ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്തും ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിൽ ബെസ്റ്റ് ടീമിന് നൽകുന്ന ഒരു അവാർഡ് ഉണ്ട് കേട്ടോ. ബെസ്റ്റ് ടീം എന്ന് പറയുന്ന ഒരു ടീം എഫേർട്ടിന് നൽകുന്ന ഒരു അവാർഡ് ഉണ്ട്. അത് കിട്ടിയിട്ടുള്ളത് ആർക്കാണ് എന്ന് ചോദിച്ചാലും ഈ പറയുന്ന ചന്ദ്രയാൻ 3ക്ക് തന്നെയാണ് കേട്ടോ. ഓക്കെ ആണോ? ഈ പറയുന്ന വ്യക്തിക്ക് തന്നെയാണ് അത് കിട്ടിയിട്ടുള്ളത്. ഓക്കെ ആണ്. ആർക്കാണ്? ചന്ദ്രയാൻ 3ക്ക്. ഓക്കെ അല്ലേ? അടുത്തതാകുന്ന ചോദ്യം നോക്കേ. ഹൂ ഈസ് ദ ഓതർ ഓഫ് ദ ബുക്സ് ലൈവ്സ് ഓഫ് അതേഴ്സ്? മറ്റുള്ളവരുടെ ജീവിതം എന്ന് പറഞ്ഞുകൊണ്ട് പേരിൽ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ലൈവ്സ് ഓഫ് അതേഴ്സ് ആരുടെ പുസ്തകമാണ് എന്ന് ചോദിച്ചാൽ നീൽ മുഖർജിയുടെ പുസ്തകമാണ് കേട്ടോ. അപ്പോൾ മനസ്സിലാക്കുന്നു, ഈ അടുത്തിടയ്ക്ക് എന്തെങ്കിലും ആകുന്ന പ്രസക്തമായ സംഭവം നടന്നിട്ടുള്ളതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ബുക്കോ കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അത് ചോദ്യ വിഷയമായിട്ട് വരാൻ സാധ്യതയുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു പോയതിനകത്ത് ഒരെണ്ണം പറഞ്ഞായിരുന്നു, മാൻ ബുക്കർ പ്രൈസ്. അത് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഹേർട്ട് ലാംബോ എന്നാണ് ആ കൃതിയുടെ പേര്. ആരാണ്? ബാനു മഷ്താഖ് എന്ന് പറയുന്ന ആൾ എഴുതിയിട്ടുള്ള പുസ്തകമാണ് എന്ന് പറഞ്ഞു. ഓക്കെ ആണല്ലോ? അടുത്തതാകുന്ന ചോദ്യം നോക്കിയാൽ 40ാമത്തെ ചോദ്യം, കോമൺവെൽത്ത് ഗെയിംസ് 2015. അപ്പൊ 2015 കോമൺവെൽത്ത് ഗെയിംസ് എന്നാ തന്നേക്കുന്നത്. ഇതാണോ നമുക്ക് വേണ്ടത്? അല്ല. നമുക്ക് ഇതിനകത്തൊരു ചെറിയ അപ്ഡേഷൻ കൊടുക്കാം അല്ലെ? ആ അപ്ഡേഷന് എന്താണ് എന്ന് ചോദിച്ചാൽ 2025 എന്നാണ് സംഭവിക്കുക. ഇവിടെ നമുക്ക് ഓർക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എടാ ഇവിടെ ഏറ്റവും ആദ്യം വൺസ് ഇൻ എവരി 4 ഇയേഴ്സ്, അതായത് എന്താണ്, ഓരോ 4 വർഷം കൂടുമ്പോഴാണ് എന്ത് വരുന്നത്? കോമൺവെൽത്ത് ഗെയിംസ് വരുന്നത്. ഇതിൽ 2022 ഇപ്പോൾ അവസാനം കഴിഞ്ഞിട്ടുള്ളത് വരിക. അത് എവിടെ വെച്ച് നടത്തി എന്ന് ചോദിച്ചാൽ ഇംഗ്ലണ്ടിൽ വെച്ചാണ് നടത്തി. ഇനി അത് കഴിഞ്ഞൊരു ചോദ്യം ഇനി എന്നാണെന്ന് ചോദിച്ചാൽ ഓട്ടോമാറ്റിക്കലി 2026 ആകുമല്ലോ. 2026 നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത് സ്കോട്ട്ലാൻഡ് എവിടെയാണ് കേട്ടോ. സ്കോട്ട്ലാൻഡ് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. ഒന്നുകൂടെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു എന്നൊന്നുകൂടെ നോക്കേ മക്കളെ. ഏറ്റവും ഇമ്പോർട്ടന്റ് പറഞ്ഞതാണ് ചന്ദ്രയാൻ 3യുടെ മിഷൻ എന്ന് പറയുന്നത് GSLV മാർക്ക് 3ക്കകത്താണ് നടത്തിയത്. രാഷ്ട്രീയ വിഗ്യാൻ പുരസ്കാരം എന്ന് പറയുന്നത് ബെസ്റ്റ് ടീമിന് വേണ്ടി കൊടുക്കുന്ന, അതായത് വിഗ്യാൻ ടീം എന്നാണ് പറയുക, ആ അവാർഡ് കിട്ടിയിട്ടുള്ളത് ഈ പറയുന്ന ചന്ദ്രയാൻ 3ക്കാണ് എന്ന് പറഞ്ഞു. ഇനി ലൈവ്സ് ഓഫ് അതേഴ്സ് എന്ന് പറയുന്നത് ആരുടെ ബുക്ക് എന്ന് ചോദിച്ചപ്പോൾ നീൽ മുഖർജിയുടെ പുസ്തകമാണെന്ന് പറഞ്ഞു. കോമൺവെൽത്ത് ഗെയിംസ് ഓരോ 4 വർഷം കൂടുമ്പോഴും നടത്തും. അതിൽ 2022 ഇംഗ്ലണ്ട് നേടി കപ്പ്. അതുപോലെ 2022 ഇംഗ്ലണ്ടിൽ വെച്ച് നടത്തി. 2026 എവിടെ ഇനി നടത്താൻ പോകുന്നത്? സ്കോട്ട്ലാൻഡിൽ വെച്ചിട്ടാണ്. ഇനി വേറൊരു ചോദ്യം അവിടെ സാധ്യതയുള്ളതെന്ന് പറയുന്നത് ചന്ദ്രയാന്റെ ഡേറ്റ് ആണ് കേട്ടോ. അതെന്താടാ? ചന്ദ്രയാൻ 3 ലോഞ്ച് ഡേറ്റ് എന്നാ? അത് പറഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ഓർത്തത്. ഇവിടെ നമുക്ക് ഒന്ന് രണ്ട് പ്രശ്നങ്ങളുണ്ട്. എന്താന്ന് ചോദിച്ചാൽ അതിൽ ഒരു കാര്യം എന്ന് പറഞ്ഞാലേ, ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇവിടെ GSLV മാർക്ക് 3 എന്ന് പറഞ്ഞില്ലേ, ഇതിനെ വേറൊരു പേരിലും വിളിക്കാറുണ്ട്. ചിലപ്പോൾ അതായിരിക്കും നമ്മുടെ അടുത്ത് എന്ത് ചെയ്യാൻ പോകുന്നത്? ചോദിക്കാൻ പോകുന്നത്. അത് LVM3 കണ്ടോ, LVM3 M4 കണ്ടോ, ഇതിനെ വിളിക്കുന്ന വേറൊരു പേരാ ഈ GSLV മാർക്ക് 3 എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ LVM3 M4 റോക്കറ്റ് അല്ലെങ്കിൽ എന്തെന്ന് പറയണം? GSLV മാർക്ക് 3 എന്ന് വേണം അവിടെ നമ്മൾ പറയാൻ കേട്ടോ. ഓക്കെ ആണല്ലോ? ഇനി ഇതിന്റെ മിഷൻ ഡേറ്റ് എന്ന് പറയുന്നത് 2023 ജൂലൈ മാസം 14. 2023 ജൂലൈ മാസം 14. 2023 ജൂലൈ മാസം 14. ഈ ഒരു കാര്യം കൂടെ ഓർത്ത് വെച്ചേക്ക് കേട്ടോ. 2023 ജൂലൈ മാസം 14. ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ? ഇനി അടുത്തതാകുന്ന ചോദ്യം നോക്കേടാ. ഹു ഈസ് ഓൾസോ നോൺ ആസ്
മുത്തുക്കുട്ടി സ്വാമി. മുത്തുക്കുട്ടി സ്വാമി എന്നും വിളിപ്പേരുള്ളതാകുന്ന ആള് ആരാണ്? മക്കളെ, വൈകുണ്ഠ സ്വാമിയെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത്? മുത്തുക്കുട്ടി സ്വാമി എന്ന് പറയുന്നത്. വൈകുണ്ഠ സ്വാമിയെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്തെന്ന് പറയുന്നത്? മുത്തുക്കുട്ടി സ്വാമി. വൈകുണ്ഠ സ്വാമിയെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്തെന്ന് പറയുന്നത്? മുത്തുക്കുട്ടി സ്വാമി. വൈകുണ്ഠ സ്വാമിയെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്തെന്ന് പറയുന്നത്? മുത്തുക്കുട്ടി സ്വാമി. ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ? അടുത്തതാകുന്ന ചോദ്യത്തിനകത്തേക്ക് വാ. അടുത്തതെന്ന് പറയുന്നത് ഫസ്റ്റ് മലയാളം പ്രിന്റിങ്. എടാ, മലയാളത്തിൽ അച്ചടിച്ചത് ആദ്യമായിട്ട് എന്ത് എന്നാണ് ചോദ്യം. മലയാളത്തിൽ ആദ്യമായിട്ട് അച്ചടിച്ചത് എന്ത് എന്നാണ് ചോദ്യം. ഓക്കെ അല്ലേ? എടാ, നമ്മുടെ ഈ ഒരു ചോദ്യത്തിന്റെ ആൻസർ എന്തായിരിക്കും? ഇത് ആരാണ് എന്നാണ്. എന്ത് എന്നുള്ളതുണ്ട്, അതുപോലെ ആര് എന്നൊരു ചോദ്യമുണ്ട്. ബെഞ്ചമിൻ ബെയ്ലി ആണ് കേട്ടോ. അപ്പോൾ മലയാളത്തിൽ ഹൂ ഡിഡ് ഫസ്റ്റ് മലയാളം പ്രിന്റിങ്, ആരാണ് മലയാളത്തിൽ ആദ്യത്തെ അച്ചടി നടത്തിയത് എന്ന് ചോദിച്ചാൽ ബെഞ്ചമിൻ ബെയ്ലി ആണ് കേട്ടോ. അവിടെ മറ്റൊരു ചോദ്യമുണ്ട്, ദ ഫസ്റ്റ് ബുക്ക് പ്രിന്റഡ് ഇൻ മലയാളം. ഏതാടാ അത്? ഏതാ? സംക്ഷേപ വേദാർത്ഥം. എന്താടാ? സംക്ഷേപ വേദാർത്ഥം എന്ന് പറയുന്ന സാധനമാണ് കേട്ടോ. സംക്ഷേപ വേദാർത്ഥം, സംക്ഷേപ വേദാർത്ഥം എന്ന് പറയുന്ന സാധനം. ഓക്കെ അല്ലേ? സംക്ഷേപ വേദാർത്ഥം എന്ന് പറയുന്ന സാധനമാണ് കേട്ടോ. സംക്ഷേപ വേദാർത്ഥം എന്ന് പറയുന്ന സാധനമാണ് എന്തെന്ന് പറയുന്നത്? ആദ്യമായിട്ട് നമ്മൾ മലയാളത്തിൽ ടൈപ്പ് ചെയ്യുന്ന പുസ്തകം ആദ്യമായിട്ട് ടൈപ്പ് ചെയ്തതാരെന്ന് ചോദിച്ചാൽ ബെഞ്ചമിൻ ബെയ്ലിയാണ്. ഇത്രയും കാര്യങ്ങളിൽ കൃത്യമാകുന്ന രീതിയിൽ പറയാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഡൗട്ടുകളില്ല എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ സംക്ഷേപ വേദാർത്ഥം എന്ന് പറഞ്ഞു എഴുതാണ് ആദ്യത്തെ പുസ്തകം. ആദ്യത്തെ പുസ്തകമാണ് എന്ത്? ആദ്യ പുസ്തകമാണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന സംക്ഷേപ വേദാർത്ഥം എന്ന് പറയുന്നേ. ഓക്കെ അല്ലെ? സംക്ഷേപ വേദാർത്ഥം എന്ന് പറയുന്നത് ആദ്യത്തെ പുസ്തകമാണെന്ന് പറഞ്ഞു. ഇനി എന്താ പറഞ്ഞത്? ബെഞ്ചമിൻ ബെയ്ലി ആദ്യത്തെ ടൈപ്പിംഗ് നടത്തി. അടുത്ത ചോദ്യം നോക്കാം. ദ ഓർഡർ പെർമിറ്റിംഗ് ചാന്നാർ വിമൻ ടു വിയർ ജാക്കറ്റ് വാസ് ഇഷ്യൂഡ് ബൈ വിച്ച് ദിവാൻ. എടാ, ഈ ചാന്നാർ ലഹളയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാകുന്ന ഒരു ചോദ്യമാണ്. ചാന്നാർ സ്ത്രീകൾക്ക് മാറു മറയ്ക്കാനുള്ള അവകാശം നൽകിക്കൊണ്ട് ഉത്തരവിറക്കിയ ദിവാന്റെ പേരാണ് ചോദിക്കുന്നത്. ഉത്തരവിറക്കിയ ദിവാന്റെ പേരാണ് കേണൽ മൺട്രോ. ആരാടാ? കേണൽ മൺട്രോ. ഓക്കെ ആണോ? കേണൽ മൺട്രോ ആണ് എന്ത് ചെയ്യുന്നത്? ഉത്തരവിറക്കുന്നത്. ഓക്കെ ആണോ? അവിടെ മറ്റൊരു ചോദ്യം വരും. ചാന്നാർ റെബല്യൻ എന്ന് പറയുന്നതിന്റെ ഇയർ എന്ന് പറയുന്നത് എന്നാണ്? ചാന്നാർ ലഹള എന്ന് പറയുന്നത് എന്ന് നടന്നു? ചാന്നാർ റിവോൾട്ടിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് മാറുമറയ്ക്കൽ സമരം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? മാറുമറയ്ക്കൽ സമരം എന്ന് പറയുന്നത് എന്നാണ്? മാറുമറയ്ക്കൽ സമരം എന്ന് പറയുന്നത് എന്നാണ്? അപ്പോൾ വെൻ വാസ് ചാന്നാർ റിവോൾട്ട് എന്ന് ചോദിച്ചാൽ അത് 1813 തുടങ്ങി 1859 വരെയുള്ളതാകുന്ന കാലഘട്ടത്തിലായിരുന്നു എന്തെന്ന് പറയുന്നത്? ഈ ചാന്നാർ റിവോൾട്ട് എന്ന് പറയുന്ന സാധനം വരിക. അതില് നമ്മുടെ അടുത്ത് ചോദിക്കുന്നത് എന്നാണ് ഈ പറയുന്ന റൈറ്റ് കൊടുത്തത് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ 1859. അതായത് ആര് റൈറ്റ് കൊടുത്തു എന്ന് ചോദിച്ചാൽ നമ്മളിപ്പോ പറഞ്ഞില്ലേ, മാറു മറയ്ക്കാനുള്ള അവകാശം നൽകുന്നത് ഈ പറയുന്ന കേണൽ മൺട്രോ ആണ് എന്ന് നമ്മൾ പറഞ്ഞില്ലേ. ഓക്കെ അല്ലേ? അവിടെ ഈ കേണൽ മൺട്രോ എന്ന് പറയുന്ന ദിവാനാണ് ആ ഒരു എന്താണ് അവകാശം വിട്ടു നൽകുന്നത്, എഴുതി കൊടുക്കുന്നത് എന്ന് പറഞ്ഞില്ലേ. അത് മാത്രമല്ല, ഈ പറയുന്ന ഡേറ്റ് എന്ന് പറയുന്നത് എന്തെന്ന് ചോദിച്ചാൽ അതാണ്ട് 813 തുടങ്ങി ഈ പറയുന്ന 59 വരെ ഉണ്ടായിരുന്ന പ്രശ്നത്തിന് ഏറ്റവും അവസാനം അറുതി കണ്ടു. എന്നാണ് എന്ന് ചോദിച്ചാൽ 59 ജൂലൈ മാസം 26-ാം തീയതി. എന്നാണ് അവസാനം? 1859 ജൂലൈ മാസം എന്താണ് 26-ാം തീയതി. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഇനി ഈ പറയുന്ന താഴേക്കിടയിലുള്ള ആളുകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകിക്കൊണ്ട് ഉത്തരവിറക്കുന്ന ആ രാജാവ് ആരാണ് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ആയില്യം തിരുനാൾ. മഹാരാജാവ് ആയില്യം തിരുനാളാണ്. ആരാടാ? ആയില്യം തിരുനാൾ. ആരാന്നാ പറഞ്ഞ? ആയില്യം തിരുനാളാണ് ആ ഉത്തരവ് പുറത്തിറക്കുന്നത്. അദ്ദേഹത്തിന്റെ ദിവാനായിരുന്ന ആളാണ് ആര്? കേണൽ മൺട്രോ എന്ന് നമ്മൾ പറയാം. ഓക്കെ ആണോ? അപ്പൊ ഇമ്പോർട്ടന്റ് ആകുന്ന ഒരു സാധനമാണ് ഈ പറയുന്ന എന്താണ് ചാന്നാർ ലഹള അല്ലെങ്കിൽ മാറുമറയ്ക്കൽ സമരം എന്ന് പറയുന്നത് 1800-കളുടെ കാലയളവിൽ തിരുവിതാംകൂറിൽ നടന്നതാകുന്ന സാധനമാണ്. എവിടെയാണ് നടന്നത്? തിരുവിതാംകൂറിൽ നടന്ന സാധനമാണ്. 1800-കളിൽ ഈ പറയുന്ന തിരുവിതാംകൂറിൽ. 1800 എന്ന് പറയുമ്പോൾ കറക്റ്റ് ഡേറ്റ് പറ. 1813 മുതൽ 1859 വരെയാകുന്ന കാലയളവാണ്. അതിൽ അവസാനം ഇവർക്ക് ഈ പറയുന്ന അവസരം ലഭിച്ചു, ആ അവകാശം ലഭിച്ചു എന്ന് പറയുന്നത് 1859 ജൂലൈ മാസം 26-ാം തീയതിയാണ് അവർക്ക് ആ അവസരം അവിടെ ലഭിക്കുന്നത് എന്ന് പറഞ്ഞു. ഓക്കെ ആണോ? അവിടെ വളരെ ഇമ്പോർട്ടന്റ് ആകുന്ന കാര്യമാണ് ഇത്. ഡേറ്റ് ഒന്ന് പഠിച്ചു വെക്കണം. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി മറ്റൊരു ചോദ്യം എന്താന്ന് ചോദിച്ചാൽ ഈ ചാന്നാർ ലഹളയിൽ പങ്കെടുത്ത ഒരു മെയിൻ നേതാവിന്റെ പേര് എന്തായാലും പഠിച്ചു വെക്കണമല്ലോ. ഈ നേതാവിന്റെ പേരാണ് എന്താണ് എന്ന് ചോദിച്ചാൽ അതാണ് ആരാണ്? അയ്യാ വൈകുണ്ഠർ.
അല്ലടാ, അല്ലെങ്കിൽ നമ്മൾ വൈകുണ്ഠസ്വാമി എന്ന് പറയത്തില്ല, അയ്യാ വൈകുണ്ഠർ. ഓക്കെയാണോ? അയ്യാ വൈകുണ്ഠർ അദ്ദേഹമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ പറയുന്ന ബ്രിട്ടീഷുകാർക്കെതിരെ ഈ പറയുന്ന മാറുമറയ്ക്കൽ സമരത്തിന്റെ അവകാശം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പോരാടിയ വ്യക്തി എന്ന് പറയുന്നത്. ഓക്കെയാണോ? അപ്പൊ ഒന്നുകൂടെ കാര്യങ്ങൾ പറഞ്ഞു തരാം. എടാ, നമ്മൾ പറഞ്ഞില്ലേ മാറുമറയ്ക്കൽ സമരത്തിന് വേണ്ടി അവർക്ക് ആ ജാക്കറ്റ് ഇടാൻ, അതായത് ആ ബ്ലൗസ് ധരിക്കാനുള്ള അവകാശം വിട്ടു നൽകിയ ദിവാന്റെ പേരെന്താണ് എന്ന് ചോദിച്ചാൽ കേണൽ മൺട്രോ ആണ്. ഇനി ഈ പറയുന്ന ചാന്നാർ കലാപം മാറുമറയ്ക്കൽ സമരം എന്ന പേരിലും അറിയപ്പെടും. 1813 തുടങ്ങി 1859 ജൂലൈ മാസം 26 ഈ പറയുന്ന എന്താണ് കാലയളവ് വരെയും ഇവിടെ ഈ പറയുന്ന പ്രശ്നം ഉണ്ടായിരുന്നു. ഏറ്റവും അവസാനം അവരുടെ അവകാശം അംഗീകരിച്ചുകൊണ്ട് ഈ പറയുന്ന ഉത്തരവ് പുറത്തിറക്കുന്നുണ്ട് ഈ പറയുന്ന 1859 ജൂലൈ മാസം 26. ഇനി പറഞ്ഞു ഈ പറയുന്ന പരിപാടി മൊത്തം നടക്കുന്നത് ആയില്യം തിരുനാളിന്റെ സമയത്താണ്. ഓക്കെ, ആയില്യം തിരുനാളാണ് ആ ഉത്തരവ് പുറത്തിറക്കുന്നത്. തിരുവിതാംകൂറിലാണ് ഇത് നടക്കുന്നത്. ഇതിനെതിരെ പോരാടിയതാകുന്ന ആ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് എന്ന് ചോദിച്ചാൽ അയ്യാ വൈകുണ്ഠസ്വാമികൾ. ആരാടാ? വൈകുണ്ഠസ്വാമികൾ എന്നാണ് പറഞ്ഞത്. ഓക്കെ ആണല്ലോ. അടുത്തതാകുന്ന ചോദ്യത്തിനകത്തേക്ക് കിടക്കാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ 44-ാമത്തെ ചോദ്യം. കൊച്ചി പുലയ മഹാസഭ വാസ് ഫൗണ്ടഡ് ഇൻ 1913 അണ്ടർ ഹൂസ് ലീഡർഷിപ്പ്? ഇവിടെ നിന്ന് രണ്ട് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഒന്ന്, കൊച്ചി പുലയ മഹാസഭ സ്ഥാപിച്ചതാകുന്ന വർഷം പഠിക്കണം, 1913. മക്കളെ, കൊച്ചി പുലയ മഹാസഭ എന്ന് പറയുന്നത് 1913 സ്ഥാപിക്കുന്നത്. ഇതാണ് ആദ്യം മനസ്സിലാക്കേണ്ട ചോദ്യം. കൊച്ചി പുലയ മഹാസഭ സ്ഥാപിക്കുന്നത് 1913. കൊച്ചി പുലയ മഹാസഭ സ്ഥാപിക്കുന്നത് 1913. കൊച്ചി പുലയ മഹാസഭ സ്ഥാപിക്കുന്നത് 1913. സ്ഥാപിക്കുന്ന വ്യക്തിയുടെ പേരാണെന്ന് പറയുന്നത് കെ പി കറുപ്പൻ. ഓക്കെ ആണോ? കെ പി കറുപ്പൻ അദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത്, കൊച്ചി പുലയ മഹാസഭ സ്ഥാപിക്കുന്നത്. അടുത്ത 45-ാമത്തെ ചോദ്യം നോക്കാം. നെയിം ദ ഫസ്റ്റ് ട്രാവലോഗ് ഇൻ മലയാളം. മലയാളത്തിലെ ആദ്യത്തെ ഈ പറയുന്ന സഞ്ചാര എഴുത്ത് അല്ലെങ്കിൽ ട്രാവലോഗ്. അറിയാലോ എന്താ ഈ ട്രാവലോഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആദ്യത്തെ ട്രാവലോഗ് എന്ന് പറയുന്നത് വർത്തമാന പുസ്തകമാണ്. ഓക്കെയാണോ? വർത്തമാന പുസ്തകമാണ്. അപ്പോൾ നമ്മൾ പുസ്തകം വായിക്കുമ്പോൾ നമ്മളോട് ഇങ്ങോട്ട് വർത്താനം പറഞ്ഞ് ഓരോ കാര്യങ്ങളും പറഞ്ഞ് നമ്മളെ കൊണ്ടുപോകും എന്നാലോചിച്ചാൽ മതി. ദ ഫസ്റ്റ് ട്രാവലോഗ്, യാത്രാ വിവരണം, അതാണ് ഇതിന്റെ മലയാളം കേട്ടോ. യാത്രാ വിവരണം. മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണം എന്ന് പറയുന്നത് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? വർത്തമാന പുസ്തകമാണ്. ഓക്കെ അല്ലെ? വർത്തമാന പുസ്തകമാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ സെറ്റ്. അടുത്ത 46-ാമത്തെ ചോദ്യം. കാഫിർ, ഹൂ ഈസ് നോൺ ആസ് കാഫിർ? കാഫിർ എന്ന് അറിയപ്പെടുന്ന വ്യക്തി ആരാണ്? മകളെ, കാഫിർ എന്നറിയപ്പെടുന്ന വ്യക്തി, ഈ ചോദ്യം ക്യാൻസൽഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. തൽക്കാലം ഈ ചോദ്യത്തിന് ആൻസർ എന്നുള്ള വണ്ണം നമ്മൾ നോക്കുന്നില്ല. അടുത്ത ചോദ്യത്തിനകത്തേക്ക് പോകാം. ഈ ഒരു ചോദ്യത്തിന് ഇപ്പോഴത്തെ നിലവിൽ പ്രസക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇതിനകത്ത് മൗലവി കുമാരഗുരു ഉണ്ട്. എടാ ഒന്ന് നോക്കേടാ, ഇതിനകത്ത് ആരെയാണ് ഹൂ ഈസ് നോൺ ആസ് കാഫിർ എന്നാണെങ്കിൽ ഇതിന്റെ ആരായിരിക്കാം? റിനൈസൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ പറയുന്ന കാഫിർ എന്ന് വിളിക്കുന്നത് ആരെ ആയിരിക്കാം? മക്കളെ, ഇത് ശരിക്കും പറഞ്ഞാൽ ഈ കാഫിർ എന്ന് പറയുന്ന ഒരു വാക്ക് എന്താണ്, കാഫിർ എന്ന് പറയുന്ന ഒരു വാക്ക് വെച്ച് അങ്ങനെ ഒരു വാക്ക് എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ കാണാൻ സാധിക്കത്തില്ല കേട്ടോ. എന്നാലും ഇതിനൊരു കൃത്യമാകുന്ന ഒരാൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണെങ്കിൽ സിംപ്ലി അത് ഉദ്ദേശിക്കുന്നത് നോൺ ബിലീവേഴ്സ്. കാഫിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നോൺ ബിലീവേഴ്സ് എന്ന, വിശ്വാസി അല്ലാത്തതാകുന്ന ഒരാൾ എന്നുള്ള രീതിയിലാണ് കേട്ടോ. ഇതിന്റെ ശരിയായ ആൻസർ എന്ന് പറയുന്നത് വക്കം മൗലവിയാണ് കേട്ടോ. ഹൂ ഈസ് നോൺ ആസ്. നമ്മുടെ കേരള പോലീസ് SI 2015 അന്ന് ഈ ചോദ്യം ചോദിച്ചപ്പോൾ അവരതിന്റെ ക്യാൻസൽഡ് ക്വസ്റ്റ്യൻ ആക്കിയെങ്കിലും ഇതിന്റെ ആൻസർ ആയിട്ട് കൃത്യമായിട്ടൊരു ആൻസർ ഇവിടെ പറയാനില്ല എന്നാണെങ്കിലും അവർ വക്കം മൗലവി എന്ന് അതിന് പേര് കൊടുത്തത് കേട്ടോ. അതിന് ആൻസർ ആയിട്ട് അന്ന് കൊടുത്തത് എന്താ? വക്കം മൗലവി എന്നാണ് കൊടുത്തത് കേട്ടോ. വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഓക്കെ അല്ലേ? ഒരു വിശ്വാസി എന്നുള്ള വണ്ണം അല്ല ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം ഈ പറയുന്ന എന്തൊക്കെയോ കുറെ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല എന്ന ഒരു അർത്ഥത്തിലായിരിക്കാം അങ്ങനെ കൊടുത്തത്. എനിക്കും അത് അറിയില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെന്നാണെങ്കിൽ നിങ്ങൾ അതൊന്ന് താഴെ കമന്റ് ചെയ്തേക്കുക കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ വക്കം മൗലവിയാണ് അന്ന് ഈ പറയുന്നത്. പക്ഷെ പിന്നീട് ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യുകയാണ് ഉണ്ടായത് കേട്ടോ. ഓക്കെ അല്ലേ? വക്കം മൗലവിയാണെന്ന് പറഞ്ഞു. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിനകത്തേക്ക് പോകാം. 47-ാമത്തെ ചോദ്യം നോക്കേടാ. പേരമ്പാടി ഘട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരമ്പാടി ചുരം, അതാണ് പേരമ്പാടി ഘട്ട്. ഘട്ടെന്ന് ഉദ്ദേശിക്കുന്നത് ചുരത്തിനെയാണ് കേട്ടോ. എടാ, പേരമ്പാടി ചുരം എന്ന് പറയുന്നത് ഏത് രണ്ട് സ്ഥലങ്ങൾക്കിടയിലേക്ക് വിച്ച് ഗീവ്സ് ആക്സസ് ടു? പേരമ്പാടി ചുരം എന്ന് പറയുന്നത് എങ്ങോട്ടേക്കുള്ള വഴിയാണ് തുറന്നു തരുന്നത്? പേരമ്പാടി ചുരം എന്ന് പറയുന്നത് എങ്ങോട്ടേക്കുള്ള വഴിയാണ്? കൂർഗിലേക്കുള്ള വഴിയാണ് കേട്ടോ. അപ്പോൾ സാധാരണഗതിയിൽ അമ്പാടി എന്ത് ചെയ്യും?
ചെയ്യും? പോകുമ്പോൾ വഴിയിൽ ആരെങ്കിലും കൈ കാണിച്ചു നിർത്തി പേര് ചോദിക്കും. അമ്പാടി എങ്ങോട്ട് പോവാ? കൂർഗിലോട്ട് പോവാന്ന് ആലോചിച്ചാൽ മതി. അമ്പാടി കൂർഗിലാ പോകുന്നത് കേട്ടോ. അമ്പാടി എങ്ങോട്ടാ പോകുന്നത്? കൂർഗിലേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ മതി. അപ്പൊ പേരമ്പാടി ചുരം എന്ന് പറയുന്നത് എങ്ങോട്ടേക്കുള്ള ആക്സസ് ആണ്? കൂർഗ്. പേരമ്പാടി ചുരം എന്ന് പറയുന്നത് എങ്ങോട്ടേക്കുള്ള ആക്സസ് ആണ്? കൂർഗ്. പേരമ്പാടി ചുരം എന്ന് പറയുന്നത് എങ്ങോട്ടേക്ക്? കൂർഗ്. ഒന്നുകൂടെ, പേരമ്പാടി ചുരം എന്ന് പറയുന്നത് എങ്ങോട്ടേക്കുള്ള ആക്സസ് ആണ്? കൂർഗിലേക്കുള്ള ആക്സസ് ആണ്. അടുത്തതാകുന്ന ചോദ്യം നോക്കിയേ, 48ാമത്തെ. ദ മെഗാലിത്തിക് സൈറ്റ് എന്താണ് എഴുതിയിരിക്കുന്നത്? ചേരമങ്ങാട്. കണ്ടോ? ചേരമനങ്ങാട്. കണ്ടോ? ചേരമനഗാട്. കണ്ടോ? ചേരമനഗാട്. കണ്ടോ? ചേരാമനഗാഡ് ഈസ് ലോക്കലി നോൺ ആസ്. ചേരാമനഗാട് എന്ന് പറയുന്നതിനെ ലോക്കലി വിളിക്കുന്ന പേരെന്താണ്? ഇതൊരു മെഗാലിത്തിക് സൈറ്റ് ആണ്. അതായത് പഴയ ഒരു കാലഘട്ടത്തിലുള്ളതാകുന്ന ഒരു സ്ഥലം എന്നുള്ളതാണ്. ഇത് അറിയപ്പെടുന്ന, ലോക്കലി അറിയപ്പെടുന്ന ഒരു പേര് എന്ത് എന്നാണ് ചോദിക്കുന്നത്. മക്കളെ, അതിന്റെ പേരാണ് എന്താണ്? കുടക്കല്ല് എന്താണ്? പറമ്പ്. കണ്ടോ? കുടക്കല്ല് പറമ്പ്. കണ്ടോ? മെഗാലിത്തിക് സൈറ്റ് ആകുന്ന ചേരാമനങ്ങാട് എന്ന് പറയുന്ന സാധനം, ചേരാമനഗാട് എന്ന് പറയുന്ന, ചേരാമനങ്ങാട് എന്ന് പറയുന്നത് എന്താണ്? കുടക്കല്ല് എന്താണ്? പറമ്പ് എന്നാണ് അതിന്റെ ലോക്കലി അറിയപ്പെടുന്ന പേര് കേട്ടോ. ലോക്കലി. ഇനി ഇത് വേറെ ഏതെങ്കിലും രീതിയിലാണോ വായിക്കുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. ഇത് ഞാൻ വായിച്ചത് ശരിയാണെങ്കിൽ അങ്ങനെ, ഇല്ല എന്നാണെങ്കിൽ അങ്ങനെ. ചേരാമനങ്ങാട് എന്നാണ് കേട്ടോ. അടുത്തതാകുന്ന ചോദ്യം നോക്കിയാൽ, ഹിപ്പാലസ് ദ ഫൗണ്ടർ ഓഫ് സൗത്ത് വെസ്റ്റ് മൺസൂൺ. എടാ, ഈ ഹിപ്പാലസ് എന്ന് പറയുന്ന ആള് കണ്ടുപിടിച്ചതാണ് ഈ സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ ഹിപ്പാലസ് എന്ന് പറയുന്ന ആള് കണ്ടുപിടിച്ചത് സൗത്ത് വെസ്റ്റ് മൺസൂൺ. ജോഗ്രഫിക്കകത്ത് ഒരു ചോദ്യമായിട്ട് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ഇതിനെ കാണാം കേട്ടോ. മൺസൂൺ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ചോദ്യമായിട്ട് വരാലോ, എങ്ങാനും വന്നാലോ. ഹിപ്പാലസ് ഈസ് ദ ഫൗണ്ടർ ഓഫ് സൗത്ത് വെസ്റ്റ് മൺസൂൺ. സൗത്ത് വെസ്റ്റ് മൺസൂൺ ആരാ കണ്ടുപിടിച്ച? ഹിപ്പാലസ്. ഇദ്ദേഹം ഒരു പൈലറ്റ് ആണ്. പക്ഷെ ഏത് രാജ്യത്ത് നിന്നുള്ള പൈലറ്റ് ആണ് എന്നാണ് ചോദ്യമായിട്ട് വന്നിട്ടുള്ളത്. അദ്ദേഹം ഗ്രീസിന്റെ ഒരു പൈലറ്റ് ആണ് കേട്ടോ. ഗ്രീസിലെ പൈലറ്റ് ആകുന്ന ഒരാളാണ് ആരെന്ന് പറയുന്നത്? ഹിപ്പാലസ് എന്ന് പറയുന്നത്. ഈ ഹിപ്പാലസ് കണ്ടുപിടിച്ച സാധനമാണ് എന്തെന്ന് പറയുന്നത്? സൗത്ത് വെസ്റ്റ് മൺസൂൺ. ഇനി നോക്കിയാൽ 50. ചെന്തുരുണി വൈൽഡ് ലൈഫ് സാങ്ച്വറി ഈസ് എ പാർട്ട് ഓഫ് വിച്ച് ഫോറസ്റ്റ്. ഏതിന്റെയാ? കുളത്തൂപ്പുഴ. ചെന്തുരുണി എന്ന് പറയും വൈൽഡ് ലൈഫ് സാങ്ച്വറി. ചെന്തുരുണി വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന് പറയുന്നത് കുളത്തൂപ്പുഴ ഫോറസ്റ്റ് ഡിവിഷന്റെ ഭാഗമാണ് കേട്ടോ. കുളത്തൂപ്പുഴ എന്ന് പറയുന്നതിന്റെ ഭാഗമായിട്ടാണ് ചെന്തുരുണി വൈൽഡ് ലൈഫ് സാങ്ച്വറി വരുന്നത്. കുളത്തൂപ്പുഴയുടെ ഭാഗമായിട്ടാണ് ചെന്തുരുണി വരുന്നത്. മനസ്സിലാക്കുന്നു? കുളത്തൂപ്പുഴയുടെ ഭാഗമായിട്ടാണ് ചെന്തുരുണി വരുന്നത്. മനസ്സിലാക്കാൻ കുറെ കാര്യങ്ങളുണ്ട്. ഇത് നോക്കാം. ലാർജസ്റ്റ് സിറ്റി ഓൺ ദ ബാങ്ക്സ് ഓഫ് ഗോദാവരി. റിവർ സിസ്റ്റം നമുക്ക് പഠിക്കാനുള്ള ചോദ്യം തന്നെ അല്ലെ. അപ്പൊ ജോഗ്രഫി റിലേറ്റഡ് ആയിട്ട് താണ്ടൊരു ചോദ്യം വരുന്നതാണ്. ലാർജസ്റ്റ് സിറ്റി ഓൺ ദ ബാങ്ക്സ് ഓഫ് ഗോദാവരി. ഗോദാവരിയുടെ തീരത്ത് നിൽക്കുന്നതിലെ ഏറ്റവും വലുതാകുന്ന സിറ്റി ഏതാണ് എന്നാണ്? രാജമുന്ദ്രി. രാജമുന്ദ്രി എന്ന് പറയുന്നതാണ് എന്ത്? സിറ്റി ഓൺ ദ ബാങ്ക്സ് ഓഫ് ഗോദാവരി. ഓക്കെ ആണോ? ദ ലാർജസ്റ്റ് സിറ്റി എന്നാണ് ചോദിക്കുന്നത്, ഏറ്റവും വലിയ സിറ്റി. ഗോദാവരിയുടെ തീരത്ത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഗോദാവരിയുടെ തീരത്ത് വരുന്ന ഏറ്റവും വലിയ സിറ്റി എന്ന് പറയുന്നത് ഏതാണ്? രാജമുന്ദ്രിയാണ്. ഗോദാവരിയുടെ തീരത്ത് വരുന്ന ഏറ്റവും വലിയ സിറ്റി എന്ന് പറയുന്നത് ഏതാണ്? രാജമുന്ദ്രിയാണ്. ഗോദാവരിയുടെ തീരത്ത് വരുന്ന ഏറ്റവും വലിയ സിറ്റി ഏതാണ്? രാജമുന്ദ്രിയാണ്. അടുത്ത നോക്കിയ 52ാമത്തെ. ഇന്ത്യ ഹാസ് എ ലാർജസ്റ്റ് ബോർഡർ വിത്ത് വിച്ച് കൺട്രി. ഇന്ത്യ ഹാസ് ദ ലാർജസ്റ്റ് ബോർഡർ. അതായത് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളാകുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ടല്ലോ, അതിൽ ഇന്ത്യയുടെ ബോർഡർ ഏറ്റവും കൂടുതൽ പങ്കിടുന്നത് ഏത് രാജ്യവുമായിട്ട് എന്നാണ് ചോദിക്കുന്നത്? ബംഗ്ലാദേശ്. സ്വാഭാവികമായിട്ടും പറയാൻ പറ്റണം. ഓക്കെ അല്ലേ? ബംഗ്ലാദേശ്. ഈ അതിർത്തി പങ്കിടുന്നതിലെ ഏറ്റവും വലിയ രാജ്യമാണ് ചോദിക്കുന്നതെങ്കിൽ ചൈനയാണ്. അതിർത്തി എന്ന് പറയുന്നത് ഏറ്റവും വലുത് പങ്കിടുന്നത് ഏത് രാജ്യം എന്ന് ചോദിക്കുമ്പോഴാണ് ബംഗ്ലാദേശ് വരുന്നത്. മനസ്സിലാക്കണമേ. അത് നോക്കേ. അടുത്തതാകുന്ന ചോദ്യം നോക്കേ. ഹു ഈസ് പോപ്പുലർലി നോൺ ആസ് ലോകഹിതവാദി. മക്കളെ, ഈ ലോകഹിതവാദി എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ലോകഹിതവാദി എന്നറിയപ്പെടുന്നത് ഗോപാൽ ഹരി ദേശ്മുഖ് കേട്ടോ. ലോകഹിതവാദി എന്നറിയപ്പെടുന്നത് ഗോപാൽ ഹരി ദേശ്മുഖ്. ഒന്നുകൂടെ, ലാർജസ്റ്റ് സിറ്റി ഓൺ ദ ബാങ്ക്സ് ഓഫ് ഗോദാവരി എന്ന് പറയുന്നത് ഏതാണ്? രാജമുന്ദ്രിയാണ്. അതുപോലെ ലാർജസ്റ്റ് ബോർഡർ എന്ന് പറയുന്നത് ഏത് രാജ്യവുമായിട്ടാണ് ഷെയർ ചെയ്യുന്നത്? ബംഗ്ലാദേശ്. ഇനി ഏത് വ്യക്തിയാണ് ലോകഹിതവാദി എന്നറിയപ്പെടുന്നത്? ഗോപാൽ ഹരി ദേശ്മുഖ് എന്ന വ്യക്തിയാണ് അറിയപ്പെടുന്നത്. അറിയാ? ഗോപാൽ ഹരി ദേശ്മുഖ് എന്ന വ്യക്തി. അടുത്ത നോക്കേടാ. ദ റാണി ഓഫ് ഝാൻസി ഹാഡ് ഡൈഡ് ഇൻ ദ ബാറ്റിൽ ഫീൽഡ് ഓൺ. അതായത് ഝാൻസി റാണി മരണപ്പെട്ടതാകുന്നത് ഏത് സമയം? അപ്പോൾ മനസ്സിലാക്കണം, 1857 വിപ്ലവമൊക്കെ വളരെ പ്രധാനപ്പെട്ടതാകുന്ന ചോദ്യഭാഗങ്ങളാണ്. അതിൽ ഝാൻസി റാണി മരണപ്പെട്ടത് ഇത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് ഇവർ മരിക്കുന്നത് 58 കാലയളവിലാണ്. 58 കാലയളവിലാണ്. അതിൽ ജൂൺ മാസം 18-ാം തീയതിയാണ്. 58 ജൂൺ 18. കണ്ടോ? 58 ജൂൺ 18. 58 ജൂൺ 18. ഝാൻസി റാണി മരിക്കുന്നത് 58 ജൂൺ 18. ഓക്കെ അല്ലേ?
അല്ലെ 58 ജൂൺ 18 അടുത്ത ചോദ്യം നോക്കേ. ഹു വാസ് ദ ഫസ്റ്റ് മുസ്ലിം പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്? നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ മുസ്ലിം വ്യക്തി ആരാണ്? മുസ്ലിം വ്യക്തിയാകുന്ന എന്താണ് പ്രസിഡന്റ് ആരാണ്? അതാരാണ് മക്കളെ? ബദറുദ്ദീൻ തിയാബ്ജി. ആരായിരിക്കും? ബദറുദ്ദീൻ തിയാബ്ജി. ഓക്കെ അല്ലെ? ബദറുദ്ദീൻ തിയാബ്ജി. അത് മദ്രാസിൽ വെച്ച് നടക്കുന്ന സെഷനാണ് കേട്ടോ. മദ്രാസിൽ വെച്ച് നടക്കുന്ന സെഷനാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തതാകുന്നതിനകത്തേക്ക് വരാം. 56-ാമത്തെ എന്താണ്? തത്വബോധിനി പത്രിക എന്ന് പറയുന്നത് പ്രൊമോട്ടഡ് ദ സ്റ്റഡി ഓഫ് ഇന്ത്യാസ് പാസ്റ്റ് ഇൻ വിച്ച് ലാംഗ്വേജ്? അതായത് ഇന്ത്യയുടെ ചരിത്രത്തെക്കുറിച്ച് പഠിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തത്വബോധിനി പത്രിക എന്ന് പറയുന്നത് ഇറക്കുന്നുണ്ട്. അത് ഏത് ലാംഗ്വേജിലാണ് ഈ പറയുന്ന പരിപോഷിപ്പിക്കൽ പ്രക്രിയ നടത്തി പോന്നിരുന്നത് എന്നാണ് ചോദ്യം. അത് ഏത്? ബംഗാളി ഭാഷയിലാണ്. തത്വബോധിനി പത്രിക എന്ന് പറയുന്നത് ഏത് ഭാഷ? ബംഗാളി. തത്വബോധിനി പത്രിക എന്ന് പറയുന്നത് ഏത് ഭാഷ? ബംഗാളി ഭാഷയാണ് കേട്ടോ. ഓക്കെ ആണോ? അവിടെ ഒരു ചോദ്യം വേണമെങ്കിൽ ചോദിക്കാം. ഹൂ ഈസ് ദ ഫൗണ്ടർ ഓഫ് തത്വബോധിനി പത്രിക? ആരാടാ? സുരേന്ദ്രനാഥ ബാനർജി ആണോ എന്നൊന്ന് ആലോചിച്ച് നോക്കേ. ആണോടാ? സുരേന്ദ്രനാഥ ബാനർജി ആണോ? അല്ല. മറിച്ചത് ആരാണ്? ദേവേന്ദ്രനാഥ ടാഗോർ ആണ് കേട്ടോ. ആരാടാ? ദേവേന്ദ്രനാഥ ടാഗോർ. ദേവേന്ദ്രനാഥ ടാഗോർ ആണ് എന്ത് ചെയ്തിരിക്കുന്നത്? തത്വബോധിനി പത്രിക എന്ന് പറയുന്ന സാധനം കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. തത്വബോധിനി പത്രിക എന്ന് പറയുന്നത് ദേവേന്ദ്രനാഥ ടാഗോർ. ഒന്നുകൂടെ, ആരാടാ? ലോകഹിതവാദി ഗോപാൽ ഹരി ദേശ്മുഖ്. അത് കഴിഞ്ഞ് ഝാൻസി റാണി മരിച്ചതെന്നാടാ? 58 ജൂൺ 18. ആരാണ് ആദ്യത്തെ മുസ്ലിം നേതാവാകുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവാകുന്ന പ്രസിഡന്റ് ആകുന്ന ആള്? ബദറുദ്ദീൻ തിയാബ്ജി. തത്വബോധിനി പത്രിക ആരുടേത്? എന്താണ്? നമ്മുടെ ദേവേന്ദ്രനാഥ ടാഗോറിൻ്റെത് കേട്ടോ. ഓക്കെ അല്ലെ? തിരിഞ്ഞു പോകരുത്. അടുത്ത ചോദ്യത്തിനകത്തേക്ക് പോകാം. 57-ാമത്തെ എടാ, മൗണ്ട് എവറസ്റ്റിനെ നേപ്പാളിൽ അറിയപ്പെടുന്ന പേര് എന്ത് എന്നാണ് ചോദ്യം. മൗണ്ട് എവറസ്റ്റിനെ നമുക്ക് അറിയാം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്. എന്താടാ? എന്ത് പേരിലാണ് ഈ പറയുന്ന അവിടെ അറിയപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ സാഗർ മാത എന്ന പേരിലാണ് കേട്ടോ. എന്താടാ? സാഗർ മാത എന്ന പേരിലാണ് മൗണ്ട് എവറസ്റ്റിനെ നേപ്പാളിൽ അറിയപ്പെടുന്നത്. ഓക്കെ അല്ലെ? സാഗർ മാത എന്ന പേരിലാണ് മൗണ്ട് എവറസ്റ്റിനെ എവിടെ അറിയപ്പെടുന്നത്? നേപ്പാളിൽ അറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്തതാകുന്ന ഒരു ചോദ്യം. ഇവിടെ ഈ ചോദ്യത്തിന് പ്രസക്തിയില്ല. നിലവിൽ ഇന്ത്യയിൽ എത്ര സ്റ്റേറ്റ് ഉണ്ട് എന്ന് ചോദിച്ചാൽ 2011 സെൻസസ് പ്രകാരം ഹൗ മെനി ഡിസ്ട്രിക്ട്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം. അത് ഇപ്പം നിലവിൽ വ്യത്യാസമുണ്ട് കേട്ടോ. നിലവിൽ അത് വ്യത്യാസമുണ്ട്. തൽക്കാലം ഈ ഒരു ചോദ്യത്തിന് പ്രസക്തിയില്ല. തൽക്കാലം അത് മാറ്റിവെക്കാം. നമ്മുടെ 2011 സെൻസസ് പ്രകാരം എന്നുള്ള രീതിയിൽ കറണ്ട് സ്റ്റാറ്റസ് അനുസരിച്ച് നമുക്കുള്ളത് നമുക്ക് വേറൊരു ക്ലാസ്സിൽ ചർച്ച ചെയ്യാം കേട്ടോ. അടുത്തതാകുന്ന ചോദ്യം നോക്കിയത് ഫസ്റ്റ് മെറ്റിയോറോളജിക്കൽ ഒബ്സർവേറ്ററി വാസ് സെറ്റപ്പ് അറ്റ് വിച്ച് പ്ലേസ്? ഈ മെറ്റിയോറോളജിക്കൽ ഒബ്സർവേറ്ററി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയാമല്ലോ. ഈ മെറ്റിയോറോളജിക്കൽ ഒബ്സർവേറ്ററി എന്ന് പറയുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ട് എവിടെ സെറ്റപ്പ് ചെയ്തു എന്ന് ചോദിച്ചാൽ എടാ, അത് ശരിക്കും പറഞ്ഞാൽ അന്ന് ഈ പരീക്ഷയ്ക്ക് ഇത് ക്യാൻസൽഡ് ക്വസ്റ്റ്യൻ ആണ്. എന്നാലും നമുക്ക് ഇതിനൊരു ആൻസർ ഉണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കണമല്ലോ. എന്താണ്? ദ ഫസ്റ്റ് മെറ്റിയോറോളജിക്കൽ ഒബ്സർവേറ്ററി വാസ് സെറ്റപ്പ് അറ്റ്. ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ആൻസർ വരേണ്ടത് കൽക്കട്ടയിലാണ് കേട്ടോ. ഇതിൽ ഒരു പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് 1785 ഈ ഒബ്സർവേറ്ററി ആദ്യമായിട്ട് കൽക്കട്ട കേന്ദ്രീകരിച്ച് കൊണ്ടുവരുന്നത്. ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആയിരുന്നു കേട്ടോ. അത് പറഞ്ഞില്ല എന്ന് വേണ്ട. ഇത് ക്യാൻസൽഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്താ ക്യാൻസൽ ചെയ്യുന്നതിനുള്ള റീസൺ എനിക്കറിയില്ല. 1785 കൽക്കട്ട വരുന്നത്. അത് കഴിഞ്ഞ് മദ്രാസിൽ പിന്നീട് ഒരു 10-11 വർഷത്തിന് ശേഷം 1796 ആകുമ്പോൾ ഒരു ഒബ്സർവേറ്ററി മദ്രാസിലും വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു കാര്യം ഒന്ന് ഓർത്തു വെച്ചിരുന്നാൽ മതി. ഇനി ഈ പറയുന്ന ഇന്ത്യൻ മെറ്റിയോറോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഏത് വകുപ്പിന് കീഴിലായിരിക്കും വരുന്നത്? മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസിന് കീഴിലായിരിക്കും വരുന്നത് കേട്ടോ. മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസിന് കീഴിലാണ് ഇത് വരുന്നത് കേട്ടോ. മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസിന് കീഴിലാണ് എന്ത് വരിക? ഈ മെറ്റിയോറോളജിക്കൽ ഒബ്സർവേഷൻസ് എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ വരിക. ഓക്കെ അല്ലേ? ഇപ്പോ ഈ ഒരു സാധനം കൂടി ഒന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇനി വേറെയും ഉണ്ട്. നിലവിൽ ഈ സീസ്മോളജിക്കൽ ആക്ടിവിറ്റി, അതായത് ഭൂചലനങ്ങൾ സംബന്ധമാകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആലിപ്പൂർ എന്ന് പറഞ്ഞിട്ട് കൽക്കട്ടയിൽ തന്നെ 1888 എന്ത് ചെയ്യുന്നുണ്ട്? സീസ്മോളജിക്കൽ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് കൽക്കട്ട കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ഒബ്സർവേറ്ററി വരുന്നുണ്ട് കേട്ടോ. തൽക്കാലം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് തൽക്കാലം ഇത്രയും കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതിയാകും. ബാക്കി നമുക്ക് അടുത്തതാകുന്ന ചോദ്യത്തിനകത്തേക്ക് പോകേണ്ടത്. എന്താടാ അടുത്തതാകുന്ന ചോദ്യം എന്ന് പറയുന്നത്? എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഹു വാസ് എ ലീഡർ ഓഫ് ചിറ്റഗോങ് ആർമറി റെയ്ഡ്? അതായത് നമ്മൾ ചിറ്റഗോങ് കവർച്ച എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ?
ചിറ്റാഗോങ് ആയുധ കവർച്ച എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ലീഡർ ആരാണ് എന്നാണ് ചോദിക്കുന്നത്. മക്കളെ, ചിറ്റഗോങ് ആയുധ കവർച്ച എന്ന് പറയുന്നത് സൂര്യസെൻ ആണ് കേട്ടോ. ആരാടാ? സൂര്യസെൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ചിറ്റഗോങ് ആയുധ കവർച്ചയുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് കേട്ടോ. ചിറ്റഗോങ് ആയുധ കവർച്ചയുമായിട്ട് ബന്ധപ്പെട്ട നേതാവ് എന്ന് പറയുന്നത് ആരാ? ചിറ്റഗോങ് ആർമറി റെയ്ഡ്, അതുമായിട്ട് ബന്ധപ്പെട്ട് ചിറ്റഗോങ് ആർമറി റെയ്ഡുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന നേതാവ് സൂര്യസെന്. ചിറ്റഗോങ് ആർമറി റെയ്ഡുമായിട്ട് വരുന്ന നേതാവ് ആരാ? സൂര്യസെന്. അത് കഴിഞ്ഞ് അടുത്ത ചോദ്യം നോക്കെ, സുപ്രീം കോടതി ജഡ്ജസ് റിട്ടയർ അറ്റ് ദി ഏജ് ഓഫ്. സുപ്രീം കോടതി എന്താണ് ജഡ്ജുകളൊക്കെ തന്നെ റിട്ടയർ ചെയ്യുന്ന കാലയളവ് എപ്പോഴാണെന്നാണ് ചോദിക്കുന്നത്. സുപ്രീം കോടതി ജഡ്ജുകളൊക്കെ റിട്ടയർ ചെയ്യുന്നത് 65 വയസ്സിലാണ് കേട്ടോ. സുപ്രീം കോടതി ജഡ്ജ് റിട്ടയർ ചെയ്യുന്ന പ്രായം എന്ന് പറയുന്നത് 65. ഒന്ന് ആലോചിച്ച് നോക്കേ, ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാൻ കൊള്ളാവുന്ന ചോദ്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് നല്ല കിടുക്കൻ ഒരു ചോദ്യ പേപ്പറാ. ഒരു ചോദ്യം ഉത്തരം എന്ന മാതൃകയിൽ ഈ ചോദ്യത്തെ സമീപിക്കാതിരുന്നാൽ മതി. ഈ ചോദ്യ പേപ്പറിനെ സമീപിക്കാതിരുന്നാൽ സ്റ്റേറ്റ്മെന്റ് മാതൃകയിൽ കുറെ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യതകൾ ഇതിലുണ്ടെന്ന് മനസ്സിലാക്കി പോയാൽ മതി. ഓക്കെ അല്ലേ? അടുത്തത് 62ാമത്തെ ചോദ്യത്തിനകത്തേക്ക് വാ. 62 പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഈസ് എക്സ്പെക്ടഡ് ടു റിപ്ലൈ വിത്തിൻ ഡാഷ് ഹവേഴ്സ് ഇഫ് എന്താണ് ദ ലൈഫ് ആൻഡ് ലിബർട്ടി ഓഫ് എ പേഴ്സൺ ഈസ് ഇൻവോൾവ്ഡ്. അതായത് ഒരു വ്യക്തിയുടേതാകുന്ന ജീവൻ, അതുപോലെ ഒരു വ്യക്തിയുടേതാകുന്ന എന്താണ് ജീവനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആകുന്ന ഒരു വിവരാവകാശം ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ മുമ്പാകെ വന്നിട്ടുണ്ടെങ്കിൽ ആ അപേക്ഷയിന്മേൽ നടപടികൾ എടുക്കാൻ 48 മണിക്കൂറാണ് ഉള്ളത് എന്നാണ് പറയുന്നത്. ഓക്കെ ആണോ? എത്ര മണിക്കൂറുകളുണ്ട്? 48 മണിക്കൂറുണ്ട്. മക്കളെ, ഇനി ഈ ചോദ്യം വേണ്ട, ഇത് ക്യാൻസൽഡ് ക്വസ്റ്റ്യൻ ആണ്, ഇതിന്റെ ആവശ്യമില്ല. ഈ ഒരു ചോദ്യം വേണ്ടാത്തത് കൊണ്ട് അടുത്ത ചോദ്യം. മക്കളെ, 64ാമത്തെ ചോദ്യം, സെക്ഷൽ ഹറാസ്മെന്റ് അറ്റ് വർക്ക് പ്ലേസ് ആക്ട് വാസ് പാസ്ഡ് ഇൻ ദ ഇയർ. എന്താ പറഞ്ഞ? സെക്ഷുവൽ ഹറാസ്മെന്റ് അറ്റ് വർക്ക് പ്ലേസ് ആക്ട്. അതായത് ജോലി സ്ഥലത്ത് സ്ത്രീകൾ സുരക്ഷിതരാകണം എന്ന കാരണം കൊണ്ട് അതവരെ സുരക്ഷിതരാക്കാൻ വേണ്ടി തന്നെ ഒരു നിയമം പുറത്തിറക്കിയിട്ടുണ്ട്, സെക്ഷൽ ഹറാസ്മെന്റ് അറ്റ് വർക്ക് പ്ലേസ് ആക്ട് എന്ന് പറഞ്ഞിട്ട്. ഈ സാധനം നിലവിൽ വരുന്നതായ വർഷം എന്ന് പറയുന്നത് എന്നാണ് മക്കളെ? 2013. ഓക്കെ അല്ലെ? 2013. അപ്പൊ സെക്ഷുവൽ ഹറാസ്മെന്റ് അറ്റ് വർക്ക് പ്ലേസ് എന്ന് പറയുന്നത് ഏത് വർഷം വരുന്നു? അത് ആ നിയമം വരുന്നത് 2013. സെക്ഷുവൽ ഹറാസ്മെന്റ് അറ്റ് വർക്ക് പ്ലേസ് ആക്ട് എന്ന് പറയുന്നത് 2013. ഏത് വർഷമാണ്? 2013 വരുന്നത്. അടുത്ത ചോദ്യം നോക്കി, 65. ദ റിപ്പോർട്ട്സ് ഓഫ് ദി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഈസ് എക്സാമിൻഡ് ബൈ ഡാഷ് കമ്മിറ്റി ഇൻ ദ പാർലമെന്റ്. പാർലമെന്റിൽ കുറെ കമ്മിറ്റികളുണ്ട്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ഉണ്ട്, പബ്ലിക് അണ്ടർടേക്കിംഗ്സ് ഉണ്ട്, എസ്റ്റിമേറ്റ് കമ്മിറ്റി ഉണ്ട്. അങ്ങനെയാകുന്ന കമ്മിറ്റികളിൽ ഏതോ ഒരിടത്ത് ഈ പറയുന്ന CAG അല്ലെങ്കിൽ ഈ പറയുന്ന കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ കൊടുക്കുന്ന റിപ്പോർട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഓഡിറ്റ് ചെയ്യുന്നുണ്ട്. അത് എവിടെയാണ് ഓഡിറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ എപ്പോഴും പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിലായിരിക്കും ഓഡിറ്റ് ചെയ്യുന്നത്. എവിടെയാടാ? പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിലാണ് ഇത് ഓഡിറ്റ് ചെയ്യുന്നത്. എവിടെയാ? പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിലാണ് ഈ പറയുന്ന CAG കൊടുക്കുന്ന റിപ്പോർട്ട് ഓഡിറ്റ് ചെയ്യുന്നത്. കണ്ടോ? ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാൻ കൊള്ളാവുന്ന ചോദ്യമാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ദ റിപ്പോർട്ട് ഓഫ് ദി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഈസ് എക്സാമിൻഡ് ബൈ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ഇൻ വിച്ച് എന്താണ്? ഇൻ വിച്ച് കമ്മിറ്റി ഓഫ് ദ പാർലമെന്റ്? പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിലാണ്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിലാണ് ആണ്. അടുത്തതാകുന്ന ചോദ്യം നോക്കിയാൽ, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ വാസ് സെറ്റപ്പ് ഇൻ ദ ഇയർ. ഇതും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണെന്ന് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് തന്നെ അറിയാം. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ വാസ് സെറ്റ് അപ്പ് ഇൻ ദ ഇയർ എന്നാണ്. ഏത് വർഷമാണ് ഇത് സെറ്റപ്പ് ചെയ്തത്? ഇത് നമുക്കറിയാം 1993. ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതാകുന്ന ഒരു ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷണർ ഇപ്പോൾ ആരാണ് എന്ന് ചോദിക്കാം. ഓക്കെ അല്ലേ? അതുപോലെ വേണം എന്നാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ കേരള തലത്തിൽ, സ്റ്റേറ്റ് തലത്തിൽ നമ്മുടെ കേരളത്തിന്റെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ ആരാണ് വരുന്നതെന്നും ചോദിക്കാം. അപ്പോൾ അതിന്റെ ചെയർമാനുകൾ ആരാണ് എന്നൊന്ന് നോക്കേടാ. ആരൊക്കെയാണ് അവിടുത്തെ ചെയർമാനുകളായിട്ട് വരിക എന്നൊന്ന് നോക്കേ. അതിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ നാഷണൽ ലെവലിൽ വരുന്ന ആളെന്ന് പറയുന്നത് സുബ്രഹ്മണ്യം. ആരാടാ? സുബ്രഹ്മണ്യമാണ്. ആരാടാ? സുബ്രഹ്മണ്യമാണ് കേട്ടോ. സുബ്രഹ്മണ്യം. ജസ്റ്റിസ് സുബ്രഹ്മണ്യം എന്നല്ലല്ലോ, രാമസുബ്രഹ്മണ്യം കേട്ടോ. ജസ്റ്റിസ് രാമസുബ്രഹ്മണ്യം കേട്ടോ. രാമസുബ്രഹ്മണ്യം എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇനി അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ആണ് എന്നാണെന്നുണ്ടെങ്കിൽ അത് ആരുടെ പേരിലായിരിക്കും വരിക? അതിന്റെ നിലവിലത്തെ ചെയർമാൻ എന്ന് പറയുന്നത്, അല്ലെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ആരാണ്? അലക്സാണ്ടർ തോമസ്. ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ് കേട്ടോ. ആരാണ്? അലക്സാണ്ടർ തോമസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് കേട്ടോ. അപ്പോൾ ഈ രണ്ട് ചോദ്യങ്ങൾ കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് വെച്ചു. അപ്പോൾ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ചെയർമാൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ആരാണ്? നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ആണെങ്കിൽ രാമസുബ്രഹ്മണ്യം. ആരാടെ? രാമസുബ്രഹ്മണ്യം. അതുപോലെ കേരള സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ആണെന്നുണ്ടെങ്കിലോ അലക്സാണ്ടർ തോമസ്. ഒന്നുകൂടെ
വി രാമസുബ്രഹ്മണ്യം എന്നാണെങ്കിൽ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ആരാണ്? വി രാമസുബ്രഹ്മണ്യം എന്നാണെങ്കിൽ അതാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ചെയർപേഴ്സൺ. കേരള സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ചെയർപേഴ്സൺ എന്നാണെങ്കിൽ അതായിരിക്കും അലക്സാണ്ടർ തോമസ് എന്നായിരിക്കും പറയേണ്ടത്. ആരാടാ? അലക്സാണ്ടർ തോമസ്. ഇത്രയും കാര്യങ്ങൾ പിടികിട്ടുവോ? പിടികിട്ടും. അടുത്തതാകുന്ന ചോദ്യത്തിനകത്തേക്ക് വാ. റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നല്ലൊരു ചോദ്യമാണത്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം അത് ഏത് ആക്ടിനകത്ത് വരുന്നു എന്നുള്ളത് അല്ലെ. അണ്ടർ ദി ആക്ട് ഏതിനകത്ത് ആർട്ടിക്കിൾ ഏതാണെന്നാണ് ചോദിക്കുന്നത്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഏത് ആർട്ടിക്കിളാ? റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 21A വരുന്നത് കേട്ടോ. റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 21A വരുന്നത്. ഇനി 68 നോക്കേ. എന്താണ് എഴുതിയിരിക്കുന്നത്? വിൻഡിക്കേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് വിമൻ ഈസ് റിട്ടൺ ബൈ. ഇതൊരു ബുക്കാണ്. ഈ ബുക്ക് എന്ന് പറയുന്നത് ആരുടേത് എന്നാണ് ചോദിക്കുന്നത്. വിൻഡിക്കേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് വിമൻ. വിൻഡിക്കേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് വിമൻ എന്ന പുസ്തകം ആരുടേത്? വിൻഡിക്കേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് വിമൻ എന്ന് പറയുന്ന പുസ്തകം ആരുടേത്? മക്കളെ, മേരി വോൾ സ്റ്റോൺ ക്രാഫ്റ്റ്. കണ്ടോ? മേരി വോൾ സ്റ്റോൺ ക്രാഫ്റ്റ്. എന്താടാ? മേരി വോൾ സ്റ്റോൺ ക്രാഫ്റ്റ്. വോൾ സ്റ്റോൺ ക്രാഫ്റ്റ്. കണ്ടോ? മേരി വോൾ സ്റ്റോൺ ക്രാഫ്റ്റ് എന്നാണ് അവരുടെ പേര്. വിൻഡിക്കേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് വിമൻ എന്ന പുസ്തകം എഴുതിയിട്ടുള്ളത് ആരാണ്? മേരി വോൾ സ്റ്റോൺ ക്രാഫ്റ്റ് എന്നാണ് അവരുടെ പേര്. അടുത്ത നോക്കേടാ. ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ലോകായുക്ത വാസ് ക്രിയേറ്റഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ബൈ ദ സ്റ്റേറ്റ് ഓഫ് ഡാഷ്. അതായത് ആദ്യമായിട്ട് ലോകായുക്ത എന്ന് പറയുന്ന ഒരു സാധനം, ഇത് ആക്ച്വലി കറപ്ഷൻ സംബന്ധമാകുന്ന കാര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ടെന്നുള്ളതാണ്. നമുക്കറിയാലോ, കറപ്ഷൻ ഇല്ലാതിരിക്കുക എന്നതാണ് മെയിൻ ആകുന്ന ഒരു ഉദ്ദേശം. കറപ്ഷൻ അവോയ്ഡ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാപനം. സോ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ലോകായുക്ത വാസ് ക്രിയേറ്റഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ബൈ ദ സ്റ്റേറ്റ് ഓഫ്. ആദ്യമായിട്ട് ലോകായുക്ത സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ്? മഹാരാഷ്ട്ര. എവിടെയാടാ? മഹാരാഷ്ട്രയിലാണ്. MHലാണ് കേട്ടോ. മഹാരാഷ്ട്രയിലാണ് ആദ്യമായിട്ട് ലോകായുക്ത വരുന്നത്. മഹാരാഷ്ട്രയിലാണ് ആദ്യമായിട്ട് ലോകായുക്ത വരുന്നത്. ഇനി ചോദ്യം നോക്കേ. എ സ്പെഷ്യൽ ഇൻട്രീം റിപ്പോർട്ട് ഓൺ ഓൺ പ്രോബ്ലം ഓഫ് റിഡ്രസൽ ഓഫ് ഗ്രീവൻസസ്. എന്താടാ? പ്രോബ്ലം ഓഫ് റിഡ്രസൽ ഓഫ് ഗ്രീവൻസസ്. എന്താണ് റിഡ്രസൽ ഓഫ് ഗ്രീവൻസസ്? അതായത് പരാതികൾ എന്നുള്ള സംഭവമാണ്. വാസ് സബ്മിറ്റഡ് ബൈ ARC ഹെഡഡ് ബൈ ഡാഷ്. ഇവിടെ ഈ പറയുന്ന പ്രോബ്ലം ഓഫ് റിഡ്രസൽ ഓഫ് ഗ്രീവൻസസ് എന്ന് പറയുന്ന സാധനം ബൈ ARC എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഹെഡഡ് ബൈ ആരാകും? അത് നമ്മുടെ മൊറാർജി ദേശായി ആണ് കേട്ടോ. ഇതിൽ ഈ ARC എന്ന് പറയുന്ന ഒരു സാധനം എന്താണ് എന്നൊരു ഫുൾ ഫോമിനകത്തൊരു ക്ലാരിഫിക്കേഷൻ കുറവുണ്ട് അല്ലെ. എന്താണ് ഈ ARC എന്ന് പറഞ്ഞാൽ? എന്താണ് ഈ ARC എന്ന് പറഞ്ഞാൽ? വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഓർക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. എന്താണ്? ഒന്നുമില്ല. ഈ സാധനം വരുന്നത് ആക്ച്വലി 1966 ഓർത്ത് വെച്ചേക്കുക. ഈ ARC എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മീഷൻ എന്നാണ് കേട്ടോ. എന്താ സാധനം? അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മീഷൻ. അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മീഷൻ എന്നാണ് അതിന്റെ പേര് കേട്ടോ. എന്താ അതിന്റെ പേര്? അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മീഷൻ എന്നാണ് അതിന്റെ പേര്. ഇത് മൊറാർജി ദേശായി ചെയർമാൻ ആയിട്ടുള്ള ഒരു കമ്മിറ്റിയാണ്. ഈ പറയുന്ന കമ്മീഷനാണ്. ആ ഒരു കമ്മീഷൻ എന്ന് പറയുന്നതിനകത്ത്, അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മീഷൻ എന്ന് പറയുന്നതിനകത്ത് 1966 വന്നതെന്നും ഈ പറയുന്ന പ്രോബ്ലം ഓഫ് റിഡ്രസൽ ഓഫ് ഗ്രീവൻസസ് എന്ന് പറഞ്ഞിട്ടുള്ളതാകുന്ന ഒരു ഇടക്കാല റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് എന്നും പറയുക. അത് ആര് കൊടുത്തു എന്ന് പറഞ്ഞാൽ മൊറാർജി ദേശായി. സംഭവം സിംപ്ലി ഈ ചോദ്യം ഉദ്ദേശിക്കുന്നത് ARC എന്റെ ഫുൾ ഫോം എന്താണെന്ന് ആദ്യമേ തിരിച്ചറിയണം. ARCയുടെ ചെയർമാൻ ആരാണെന്ന് അറിയണം. ആ ചെയർമാൻ ആയിരിക്കും റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഓട്ടോമാറ്റിക്കലി. അപ്പോൾ തന്നെ അതിനകത്ത് അണ്ടർസ്റ്റുഡ് ആണ്. അതാണ് ഇവരുടെ ചോദ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരി, അപ്പോൾ അത്രയും കാര്യങ്ങൾ നമുക്ക് വളരെ വ്യക്തമാകുന്ന രീതിയിൽ മനസ്സിലായി. ഇനി നമ്മൾ 71ാമത്തെ ചോദ്യം തൊട്ട് നമുക്ക് അങ്ങോട്ട് ഇനി ഇംഗ്ലീഷ് ആകുന്ന കാര്യങ്ങളാണ് നമുക്ക് നോക്കാനുള്ള. കൂടെ നിന്നാൽ മതി, നൈസായിട്ട് നമുക്ക് പറഞ്ഞങ്ങ് പോകാം കേട്ടോ. എന്താ മക്കളെ നോക്കേടാ. നെയ്തർ മൈ ബ്രദർ നോർ മൈ പേരൻസ്. നെയ്തർ നോർ ആണ് കേട്ടോ. നെയ്തർ മൈ ബ്രദർ നോർ മൈ പേരൻസ് ഡാഷ് ടു ദ പാർട്ടി. എന്താ ഇതിന്റെ ആൻസർ വരിക? ഇതിന്റെ ആൻസർ ഹാവ് കം ടു. എന്താണ്? ഹാവ് കം ടു ദ പാർട്ടി എന്നാണ് വരുന്നത്. ഇവിടെ എന്താ വരുന്നത്? ഹാവ് കം എന്നാണ് എഴുതേണ്ടത്. ഹാവ് കം എന്നാണ് എഴുതേണ്ടത്. നെയ്തർ നോർ എന്ന് പറയുമ്പോൾ നെയ്തർ മൈ ബ്രദർ നോർ മൈ പേരൻസ്. ഇവിടെ ഹാവ് വരുന്നതിന്റെ റീസൺ നെയ്തർ നോർ എടുത്തപ്പോൾ ഇവിടെ പ്ലൂറൽ എന്നുള്ള രീതിയിലാണ് ഈ കണ്ടീഷൻ വന്നിരിക്കുന്നത്. ഹാവ്. അതിനർത്ഥം ഈ നെയ്തർ നോർ എന്ന് പറയുന്നതിനകത്ത് ഏതെങ്കിലും ഒരാൾ അങ്ങനെയാണോ? അതെനിക്ക് നോറിന് ശേഷം വരുന്ന ആളാണെന്ന് തോന്നുന്നു. പേരൻസ് എന്ന് പറയുന്നത് പ്ലൂറൽ ആയത് കൊണ്ടാണെന്ന് തോന്നുന്നു അങ്ങനെ എന്തോ വരുന്നത്. അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ നിങ്ങളൊന്ന് പറയണം. എനിക്ക് ആക്ച്വലി ഇംഗ്ലീഷ് അറിയില്ല.
പക്ഷെ എനിക്ക് ആകെ ചെയ്യാൻ സാധിക്കുന്നത് ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരിക എന്നുള്ളതാണ് കേട്ടോ. ശരി, അതുപോലെ അടുത്തതാകുന്ന ചോദ്യം നോക്കെ, ആസ് ടു ബുക്സ് ആൻഡ് ഫിലിംസ് ഐ പ്രിഫർ ഡാഷ് ടു എന്റർടൈൻമെന്റ് മൈസെൽഫ്. എന്താണ് ടു എന്റർടൈൻ മൈസെൽഫ്, എന്നെ സന്തോഷിപ്പിക്കാൻ ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് എന്താണ്? ആസ് ടു ബുക്സ് ആൻഡ് ഫിലിംസ്. അപ്പോൾ ബുക്സും ഫിലിംസ് എന്ന് പറയുന്ന സാധനങ്ങളും രണ്ടും കൂടെ പരിഗണിച്ചാൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന സാധനം ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ്. ഓക്കെ അല്ലേ? ഐ പ്രിഫർ ആദ്യം വരുന്നതാണോ രണ്ടാമത് വരുന്നതാണോ, അതാണ് അവരവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഐ പ്രിഫർ ബുക്കാണോ ഫിലിമാണോ, ആദ്യം രണ്ടാമത്. ഇവിടെ ലേറ്റർ എന്നാ പറഞ്ഞേക്കുന്നത്, അല്ലെ ലാറ്റർ അല്ലെങ്കിൽ ലാസ്റ്റ്, ഇല്ലെങ്കിൽ ഇതിൽ ഏത് എടുക്കുമെന്ന രണ്ടാമത്തെ ആളിനെയാണ് അവിടെ വേണ്ടത്. അപ്പോൾ ലേറ്റർ എന്നാണോ, അതുപോലെ ലേറ്റസ്റ്റ് എന്നാണോ, അതോ ലാസ്റ്റ് എന്നാണോ, അതോ ലാറ്റർ എന്നാണോ എടുക്കേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. എന്തായിരിക്കും ഇതിന്റെ ആൻസർ വരുന്നത്? ഐ പ്രിഫർ ദ ലാറ്റർ. കണ്ടോ? ഓക്കെ അല്ലേ? ഐ പ്രിഫർ ദ ലാറ്റർ ടു എന്റർടൈൻ മൈസെൽഫ് എന്നായിരിക്കും വരുന്നത് കേട്ടോ. ഐ പ്രിഫർ ദ ലാറ്റർ, ഐ പ്രിഫർ ദ ലാറ്റർ, ഐ പ്രിഫർ ദ ലാറ്റർ ടു എന്റർടൈൻ മൈസെൽഫ് എന്നായിരിക്കും വരുന്നത് കേട്ടോ. ഈ ചോദ്യങ്ങളൊക്കെ നോക്കി വെച്ചേക്കണം. ഐ പ്രിഫർ ദ ലാറ്റർ ടു എന്റർടൈൻ മൈസെൽഫ്. അടുത്ത ചോദ്യം നോക്കുക, ദ ഗേൾ വാസ് ഡാഷ് വിയറിംഗ് ഡാഷ് യെല്ലോ ഫ്രോക്ക് വിത്ത് റെഡ് ഫ്രിൽസ് അറ്റ് ദ കപ്സ്. അപ്പോ വിയറിംഗ് ഡാഷ് യെല്ലോ, അപ്പൊ എ യെല്ലോ എന്നാണോ, ദ യെല്ലോ എന്നാണോ, ആൻ എന്നാണോ, അതോ ഓൾ എന്നാണോ വരിക? സ്വാഭാവികമാണ്, ഇത് കണ്ടാൽ ഇതിന്റെ ആൻസർ നമുക്ക് പറയാൻ ഒരു ബുദ്ധിമുട്ടില്ല. എ യെല്ലോ ഫ്രോക്ക് എന്നാണ് വരുന്നത് കേട്ടോ. മോസ്റ്റ് ഓഫ് ദ ഫിലിം സ്റ്റാർസ് ഹാവ് എ പാഷൻ ഡാഷ് ഫാഷൻ. എന്താണ്? ഹാവ് എ പാഷൻ ഡാഷ് ഫാഷൻ. അറ്റ് ഫാഷൻ ആണോ, ടു ഫാഷൻ ആണോ, ഇൻ ഫാഷൻ ആണോ, ഫോർ ഫാഷൻ എന്നാണോ വരിക? എന്തായിരിക്കും മക്കളെ ഇവിടെ വരിക? ഇവിടെ പാഷൻ ഫോർ ഫാഷൻ. അവർക്ക് പാഷൻ ഉണ്ട് എന്തിനോട്? കണ്ടോ? ഓട് എന്ന് പറയുമ്പോഴത്തേക്ക് ഫാഷനിനോട് അവർക്കൊരു പാഷൻ ഉണ്ട്. കണ്ടോ? ഓട് എന്ന് പറയുമ്പോൾ അവിടെ ഫോർ എന്നാണ് വരുന്നത് കേട്ടോ. അടുത്ത നോക്കേ, മിസ്റ്റർ ജോർജ് ആസ്ക്ഡ് ഹർ വൈ ഷീ ഡാഷ് ഫോർ എസ്റ്റർഡേസ് പ്രസന്റേഷൻ. എടാ, ഡിഡ് നോട്ട് പ്രിപ്പയർ വെൽ, ഹാവ് എ നോട്ട് പ്രിപ്പയർ. എന്തായാലും എന്തുകൊണ്ട് നല്ലതുപോലെ പ്രിപ്പയർ ചെയ്തില്ല എന്ന് ചോദിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായിരിക്കും ഇതിന്റെ ആൻസർ ആയിട്ട് വരിക? ഒന്ന് കണക്ക് കൂട്ടി നോക്കേ. എടാ, ഓൾറെഡി ആസ്ക്ഡ് ഹർ എസ്റ്റർഡേയിൽ സംഭവിച്ചതാകുന്ന കാര്യമാണ് ഒന്നാമത്തെ കാര്യം. ഓക്കെ അല്ലേ? അപ്പോൾ നല്ലതുപോലെ പ്രിപ്പയർ ചെയ്തില്ല, യെസ്റ്റർഡേയിൽ സംഭവിച്ചു. സോ യെസ്റ്റർഡേയിൽ കഴിഞ്ഞ കാര്യമായതുകൊണ്ട് ഹാഡ് നോട്ട് പ്രിപ്പയർഡ് വെല് എന്നുള്ള രീതിയിലേ വരും. ഡു നോട്ട് എന്നുള്ളത് വരില്ല, ഹാവ് നോട്ട് എന്നുള്ളത് വരില്ല. ഈ ആദ്യത്തെ രണ്ടെണ്ണത്തിൽ ഏതോ എന്നുള്ളതായിരിക്കും നമ്മുടെ ഒരു കണക്കൂട്ടൽ. ശരിയല്ലേ? ഹാഡ് നോട്ട് പ്രിപ്പയർഡ്, എന്തുകൊണ്ട് നല്ലതുപോലെ പ്രിപ്പയർ ചെയ്തില്ല? ഹാഡ് നോട്ട് പ്രിപ്പയർഡ് വെൽ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഹാഡ് നോട്ട് പ്രിപ്പയർഡ് വെൽ എന്നുള്ള രീതിയിലായിരിക്കും വരിക. ഓക്കെ അല്ലേ? ഹാഡ് നോട്ട് പ്രിപ്പയർഡ് വെൽ. അടുത്തതാകുന്ന ചോദ്യത്തിനകത്തേക്ക് പോവാം. ദ റോയൽ ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ് ആസ് എ യുണീക് കളക്ഷൻ ഓഫ് ഇമ്പോർട്ടഡ് എന്താണ് ഫർണിച്ചേഴ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഫർണിച്ചർ എന്ന് പറയുമ്പോൾ ഫർണിച്ചർ ആണോ, ഫർണിച്ചേഴ്സ് ആണോ, അതോ ഫർണിച്ചേഴ്സ് ആണോ, അതോ ഫർണിച്ചേഴ്സിന്റെ അപ്പോസ്ട്രോഫി എസ് ഉണ്ടോ? ഇതിൽ ആൻസർ ഒരിക്കലും ഫർണിച്ചർ എന്ന് പറയുന്നത് ഫർണിച്ചേഴ്സ് എന്ന് നമ്മൾ പറയില്ല, ഫർണിച്ചർ എന്നേ പറയത്തുള്ളൂ കേട്ടോ. ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി ഉദ്ദേശിച്ചിട്ടാ പറയുക അല്ലേ? ശരി, അടുത്ത 77-ാമത്തതാകുന്ന ഒരു ചോദ്യം നോക്കാം. വൺ ഹൂ വാക്സ് ഇൻ ദ സ്ട്രീറ്റ് ആൻഡ് സെൽസ് സ്മോൾ ആർട്ടിക്കിൾസ് ഈസ്. അതായത് കൊച്ചു കൊച്ചു കച്ചവടമൊക്കെ വഴിയിൽ കൂടെ ഒക്കെ നടന്ന് ചെയ്യുന്ന ആളുകളെ വിളിക്കുന്ന പേര് എന്താണ്? വഴിയിലൂടെ നടന്ന് കൊച്ചു കൊച്ചു കച്ചവടമൊക്കെ നടത്തുന്ന ആളുകളെ വിളിക്കുന്ന പേരെന്താണ്? അവരുടെ പേരാണ് പെഡലർ എന്ന് പറയും കേട്ടോ. പെഡലർ. നടന്ന് വൺ ഹൂ സെൽസ് ഓൺ സ്ട്രീറ്റ്, വാക്സ് കണ്ടോ, പെഡലർ കണ്ടോ, നടന്ന് കച്ചവടം നടത്തുന്ന ആള് പെഡലർ. കണ്ടോ? ഇനി അടുത്ത എന്താ? പാരിഷ് പംപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ഇവനെയൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കണം കേട്ടോ. എന്താണ് ദ മീനിങ് ഓഫ് ദ ഇഡിയം പാരിഷ് പമ്പ്സ്? പാരിഷ് പമ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാരിഷ് പമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കൽ പൊളിറ്റിക്സ് എന്നാണ് കേട്ടോ. പാരിഷ് പമ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ ഞാൻ പറഞ്ഞ? പാരിഷ് പമ്പ്സ്. എന്താ ഞാൻ പറഞ്ഞേ? പാരിഷ് പമ്പ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ലോക്കൽ പൊളിറ്റിക്സ്. എന്താണ്? ലോക്കൽ പൊളിറ്റിക്സ്. ഓക്കെ ആണോ? ലോക്കൽ പൊളിറ്റിക്സ് എന്നാണ് ഈ പറയുന്ന പാരിഷ് പമ്പ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പാരിഷ് പമ്പ് എന്ന് പറഞ്ഞാൽ ലോക്കൽ പൊളിറ്റിക്സ്. അടുത്ത നോക്കാം. എമംഗ് മൈ ഫ്രണ്ട്സ് ദീപക് ആൻഡ് വരുൺ ആ ബോൾഡ്. കണ്ടോ? ഇവിടെ ആൻഡ് വരുമ്പോൾ ആറെന്നാ വന്നേ. കണ്ടോ? ആൻഡ് വന്നു കഴിഞ്ഞാൽ ഇത് പ്ലൂറലാ. കണ്ടോ? ആൻഡ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആറെന്നാ വരുന്നത്. ആർ ബോൾഡ്. ബട്ട് ഓൾ അതേഴ്സ് ആർ ഡാഷ്. ബട്ട് ഓൾ അതേഴ്സ് ആർ ഡാഷ്. ഇവിടെ ബാക്കി എല്ലാവരും എന്താണ്? ബോൾഡ് എന്ന് പറയുന്നതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ എഴുതാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോ ബോൾഡ് എന്നതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ബോൾഡിന്റെ ഓപ്പോസിറ്റ് ആണ് ടിമിഡ് എന്ന് പറയുന്നത്. ബോൾഡ് എന്ന് പറയുന്നതിന്റെ ഓപ്പോസിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ടിമിഡ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്തതാകുന്ന 80-ാമത്തെ ചോദ്യം. ദി ഡാഷ് ഓഫ് ആനി ഫ്രാങ്ക് ഈസ് എ ക്ലാസിക് വർക്ക് ദാറ്റ് ഡെപിക്സ് ദ എന്താണ് കലൗസ്നെസ് ഓഫ് ദി ഹോളോകോസ്റ്റ്. അപ്പോ ഈ കലൗസ്നെസ് എന്ന് പറയുന്നത് വേണമെങ്കിൽ ഈ വാക്കർത്ഥം ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഹോളോകാസ്റ്റ് എന്ന് പറയുന്നതിന്റെ ഭീകരത കാണിക്കുന്നത്
ഈ കലൗസ്നെസ് എന്ന് പറയുന്നത് ഭീകരത എന്നാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. ആണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. കലൗസ്നെസ് എന്ന് പറയുന്ന സാധനം, കലൗസ്നെസ് എന്ന് പറയുന്ന സാധനം മീനിങ് എന്ന് പറയുന്നത് എന്താണ്? ഇന്റൻസീവ് ആകുന്ന, വളരെ ക്രൂവൽ ആകുന്ന, ഭീകരത നിറഞ്ഞത് എന്നൊരു അർത്ഥമായിരിക്കും അതിന് വരുന്നത് കേട്ടോ. സോ ഹോളോകാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റേ ഹിറ്റ്ലറിന്റെ മറ്റേ സെറ്റപ്പ് അല്ലേ ഹോളോകാസ്റ്റ്. അപ്പോൾ ആൻ ഫ്രാങ്ക് എന്ന് പറയുന്ന ആൾ എഴുതിയിട്ടുള്ള ദ ഡയറി ഓഫ് ആൻ ഫ്രാങ്ക് അല്ലെ. ഡയറി എന്ന് പറയുമ്പോൾ DAIRY എന്ന് പറയുന്ന ഡയറി ഉണ്ട്, DIARY എന്ന് പറയുന്ന ഡയറി ഉണ്ട്. ഇതിൽ എഴുതുന്നത് ഡയറിയിലാണ്. ഡയറി എന്ന് പറയുന്നത് ഈ AIRY എന്നാണെങ്കിൽ അത് നമ്മുടെ പാൽ, ക്ഷീര സംബന്ധമാകുന്ന സാധനങ്ങളായിട്ട് മാറും അല്ലെ. ശരിയല്ലേ? അതുകൊണ്ട് നമുക്കറിയാം ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ ആയിരിക്കും. അടുത്ത നോക്കേടാ, സ്കീംസ്. നോക്കേ, നെയിം ദ സ്കീം ദാറ്റ് വാസ് ലോഞ്ച്ഡ് ഇൻ 2000 ടു പ്രൊവൈഡ് ഫുഡ് ഗ്രെയിൻസ് അറ്റ് സബ്സിഡി റേറ്റ്സ്. സബ്സിഡി വിലയിൽ ഫുഡ് ഗ്രെയിൻസുകൾ കൊടുക്കാനെന്നുള്ള വണ്ണം, സബ്സിഡി നിരക്കിൽ ഫുഡ് ഗ്രെയിൻസുകൾ കൊടുക്കാനെന്നുള്ള വണ്ണം സ്റ്റാർട്ട് ചെയ്ത ഒരു പരിപാടിയുടെ പേരാണ് അന്ത്യോദയ അന്ന യോജന. അപ്പൊ ഇവിടുന്ന് നമ്മൾ മനസ്സിലാക്കണം, ഇതിന്റെ ആവശ്യവും മനസ്സിലാക്കണം, വർഷവും മനസ്സിലാക്കണം. ഇതിന് മുകളിൽ വേറൊരു ചോദ്യം ഇല്ല കേട്ടോ. ഫുഡ് ഗ്രെയിൻസ് അറ്റ് സബ്സിഡി റേറ്റ്സ്, അത് 2000 എന്ന വർഷത്തിലാണ് അന്ന യോജന, അല്ലെങ്കിൽ എന്ത് യോജന? അന്ത്യോദയ അന്ന യോജന. ഈ വർഷം ഈ ഒരു സാധനമായിട്ട് ബന്ധപ്പെട്ട് ഇത്രേ ചോദിക്കത്തുള്ളൂ. 2000 ഫുഡ് ഗ്രെയിൻസ് സബ്സിഡി റേറ്റ്സിൽ കൊടുക്കുന്നു, അന്ത്യോദയ അന്ന യോജന. ഇതാണ് സാധനം. ഓക്കെ അല്ലേ? അടുത്തതാകുന്ന 82ാമത്തെ ചോദ്യത്തിനകത്തേക്ക് വാ. നമ്മുടെ ഭാരത് നിർമ്മാൺ യോജന. എടാ, ഈ ഒരു ചോദ്യം നിലവിൽ ചോദിക്കാനുള്ള സാധ്യത ഇല്ല കേട്ടോ. അതുകൊണ്ട് തൽക്കാലം അതിനെ നമുക്ക് തള്ളിക്കളയാം. വാട്ട് ഈസ് ദ ഒബ്ജക്റ്റീവ് ഓഫ് ഇന്ദിര ആവാസ് യോജന? ഇതൊക്കെ ചോദിക്കാൻ കൊള്ളാവുന്ന ചോദ്യം. ഇന്ദിര ആവാസ് യോജന എന്ന് പറയുന്നതിന്റെ പ്രസക്തി എന്താണ്? എന്താണ് ഇന്ദിര ആവാസ് യോജനയുടെ പ്രസക്തി എന്ന് ചോദിക്കാം. എടാ, ഈ ഇന്ദിര ആവാസ് യോജനയുടെ പ്രസക്തി എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ, ടു പ്രൊവൈഡ് ദ ഫിനാൻഷ്യൽ അസിസ്റ്റന്റ് ടു ദ റൂറൽ പുവർ ഫോർ ദ കൺസ്ട്രക്ഷൻ ആൻഡ് അപ്ഗ്രേഡ് ഓഫ് ഹൗസസ് ഫോർ ദ BPL. അപ്പോൾ ആവാസ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വീട് വെക്കുക എന്നാണ് കേട്ടോ. വീട് വെക്കുക എന്നതാണ് ഉദ്ദേശിക്കുക. അപ്പോൾ ഫിനാൻഷ്യൽ അസിസ്റ്റന്റ് കൊടുക്കണം ആർക്ക്? ഈ പറയുന്ന ഗ്രാമപ്രദേശം, റൂറൽ ഏരിയാസിലെ പൂവേഴ്സിന്. എന്തിനു വേണ്ടിയിട്ടാണ്? കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, വീട് വെക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവരുടെ മെയിൻ മാനദണ്ഡം എന്താ? BPLകാരായിരിക്കണം എന്നുള്ളതാണ്. അടുത്ത എന്താ? 84ാമത്തെ ചോദ്യത്തിനകത്തേക്ക് പോകാം. 84ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്താണ് നോക്കേ. അവിടെ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്കീമേഴ്സ് ലോഞ്ച്ഡ് ടു ഫെസിലിറ്റേറ്റ് ദ കൺസ്ട്രക്ഷൻ ആൻഡ് അപ്ഗ്രഡേഷൻ ഓഫ് ഡ്വെല്ലിംഗ് യൂണിറ്റ്സ് ഫോർ ദ സ്ലം ഡ്വെല്ലേഴ്സ് ആൻഡ് പ്രൊവൈഡ് കമ്മ്യൂണിറ്റി ടോയ്ലറ്റ്സ് ഫോർ ദം. അറിയാലോ, ഈ ചേരി പ്രദേശങ്ങളിൽ താമസിക്കുന്നതാകുന്ന ആളുകൾക്ക് നൽകുന്നതായ എന്താണ് ഒരു സ്കീമാണ്. അത് മാത്രമല്ല, കൺസ്ട്രക്ഷനും അപ്ഗ്രഡേഷനും വേണ്ടിയിട്ടുള്ളത്, അവരുടെ താമസ സ്ഥലങ്ങൾക്ക് സംബന്ധമാകുന്ന ഒരു അപ്ഗ്രഡേഷൻ കൊടുക്കാനും കൺസ്ട്രക്ഷൻ നടത്താനും വേണ്ടിയിട്ടുള്ളത്. ഒപ്പം ഈ പറയുന്ന കമ്മ്യൂണിറ്റി ടോയ്ലറ്റ്സിന്റെ നിർമ്മാണം കൂടി അവരവിടെ പരിഗണനയിൽ കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ആയതുകൊണ്ട് അവിടെ എന്താകും വരിക എന്ന് ചോദിച്ചാൽ അതാണ് വാൽമീകി അംബേദ്കർ ആവാസ് യോജന കേട്ടോ. ഈ ചോദ്യം നോക്കി വെച്ചോ. ഇത് നമുക്കങ്ങനെ എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങളായിട്ടൊന്നും കാണേണ്ട സാധനമൊന്നുമല്ല. നിസാരം എന്ന വണ്ണം ഈ കൂട്ടത്തിൽ ആര് എന്ന് പറഞ്ഞുകൊണ്ട് ഇനി ചോദിക്കുമ്പോൾ എടുത്ത് ചോദിച്ചേക്കാം. ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റിനകത്ത് വന്നേക്കാം. വാൽമീകി അംബേദ്കർ ആവാസ് യോജന, വാൽമീകി അംബേദ്കർ ആവാസ് യോജന. എന്താ സാധനം? വാൽമീകി അംബേദ്കർ ആവാസ് യോജന. വാൽമീകി അംബേദ്കർ ആവാസ് യോജനയിലാണ് കമ്മ്യൂണിറ്റി ടോയ്ലറ്റ്സും അതുപോലെ എന്താണ് നമ്മുടെ ഈ പറയുന്ന സ്ലം ഏരിയാസിൽ വരുന്ന ആളുകൾക്ക് എന്നുള്ള വണ്ണം ഈ പറയുന്ന ഒരു സെറ്റപ്പ് അവർ പ്രൊവൈഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. അടുത്തതാകുന്ന സാധനം നോക്കേ, ICDS ലോഞ്ച് ചെയ്ത വർഷം. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ എപ്പോഴും പഠിക്കുമ്പോൾ എപ്പോഴും നമ്മൾ എടുത്തു പറയുന്ന ഒരു സാധനമാണ് ICDS എന്ന് പറയുന്ന സാധനം. എന്താണ് ഇവിടെ 1975 ഒക്ടോബർ മാസം 2-നാണ് അത് കൊണ്ടുവരുന്നത്. ശരിയല്ലേ? ICDS എന്ന് പറയുന്നത് 1975 ഒക്ടോബർ മാസം 2-ാം തീയതിയാണ് അത് കൊണ്ടുവരുന്നത്. ഇനി എന്താ? RLEGP. അത് നമുക്ക് അറിയാം, നമ്മുടെ ഇമ്പോർട്ടന്റ് ആകുന്ന സ്കീമുകൾ, നമ്മുടെ പഞ്ചവത്സര പദ്ധതികളൊക്കെ പഠിക്കുന്നതിന്റെ കൂട്ടത്തിൽ നമ്മൾ പറയുന്നത് RLEGP എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനം. RLEGP എന്ന് പറയുന്നത് റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം. പഞ്ചവത്സര പദ്ധതികളൊക്കെ പഠിക്കുന്നതിനിടയിലൊക്കെ നമ്മൾ ഇതിനെയൊക്കെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ്? റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം. റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം. റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം. ഓക്കെ അല്ലേ? റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം ആണ് RLEGP. ഓക്കെയാണ്. റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം. അതാണ് എന്തെന്ന് പറയുന്നത്? RLEGP. റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം. റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം.
അടുത്തതാകുന്ന സാധനം നോക്കിയാൽ ദ സ്റ്റേറ്റ് പോവേർട്ടി എറാഡിക്കേഷൻ മിഷൻ ഓഫ് കേരള ഈസ് പോപ്പുലർലി നോൺ ആസ്. എടാ ഈ പോവേർട്ടി എറാഡിക്കേഷൻ പ്രോഗ്രാം ആണ് സ്റ്റേറ്റ് പോവേർട്ടി ഇറാഡിക്കേഷൻ മിഷനിനെ സാധാരണഗതിയിൽ നമ്മൾ അറിയപ്പെടുന്ന ഒരു പേര് എന്താണ് എന്നാ ചോദിക്കുന്നത്. അതാണ് കുടുംബശ്രീ കേട്ടോ. എന്താ ദ സ്റ്റേറ്റ് പോവേർട്ടി ഇറാഡിക്കേഷൻ മിഷൻ, ദ സ്റ്റേറ്റ് പോവേർട്ടി ഇറാഡിക്കേഷൻ മിഷൻ ഓഫ് ഗവൺമെന്റ് ഓഫ് കേരള പോപ്പുലർലി നോൺ ആസ് കുടുംബശ്രീ. ഓക്കെ ആണോ? ദ സ്റ്റേറ്റ് പോവേർട്ടി ഇറാഡിക്കേഷൻ മിഷൻ, the state poverty eradication mission of the government of Kerala popularly known as. അപ്പോൾ ഇതൊരു പോവേർട്ടി ഇറാഡിക്കേഷൻ മിഷന്റെ ഭാഗമാണ് എന്ന് മനസ്സിലായി. കുടുംബശ്രീ എന്നൊക്കെ പറയുമ്പോൾ 1998 കാലയളവിലൊക്കെയാണ് വരുന്നത് കേട്ടോ. അടുത്ത 88 നോക്കിയാൽ പ്രധാനമന്ത്രി ആദർശ് ഗ്രാം യോജന ഇംപ്ലിമെന്റഡ് ബൈ. എടാ ഒന്നുകൂടെ ശ്രദ്ധിച്ചോ, പ്രധാനമന്ത്രി ആദർശ് ഗ്രാമ യോജന, പ്രധാനമന്ത്രി ആദർശ ഗ്രാമ യോജന, ആദർശ് ഗ്രാമ യോജന. ഇത് ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. ഇത് ഇംപ്ലിമെന്റഡ് ബൈ വിച്ച് മിനിസ്ട്രി എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് അതിന്റെ ആൻസർ എന്താണ് എന്ന് വേണമെങ്കിൽ ഒന്ന് നോക്കാം. ഇത് ആക്ച്വലി ആൻസർ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല, നോക്കാം എന്നുള്ളതേ ഉള്ളൂ. ഇത് ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്നത് മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് ആണ് കേട്ടോ. എന്താണ്? മിനിസ്ട്രി ഓഫ്, അതുകൊണ്ടാണ് ഇത് ഡിലീറ്റ് ചെയ്തത്, എന്റെ ആൻസർ ഇതിനകത്ത് ഇല്ലായിരുന്നടാ. മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് കേട്ടോ. എന്താ സാധനം? മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ്. ഓക്കെയാണോ? ഈ മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ്, ഈ പറയുന്ന മിനിസ്ട്രിയുടെ തീരുമാനപ്രകാരം, മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ്, ഇതിന്റെ തീരുമാനപ്രകാരമാണ് എന്ത് ചെയ്തിട്ടുള്ളത്? പ്രധാനമന്ത്രി ആദർശ് ഗ്രാമ യോജന എന്ന് പറയുന്ന സാധനം. അതുപോലെ IRDP ഹാസ് ബീൻ merged ഇൻ ന്യൂലി ഇൻട്രൊഡ്യൂസ്ഡ് സ്കീം നെയ്മിലി. ഈ IRDP ഏതുമായിട്ട് കൂടിച്ചേർന്നു എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ അല്ലേ? IRDP എന്ന് പറഞ്ഞാൽ എന്താ സാധനം? വാട്ട് ഈസ് ദിസ് IRDP? IRDP എന്ന് പറയുന്ന സ്കീം എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം, അതാണ് സാധനം കേട്ടോ. എന്താ സാധനം? ഇന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം, ഇന്റർഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം, ഇതാണ് സാധനം കേട്ടോ. ഇന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം. ഇന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം അല്ലെങ്കിൽ ഈ IRDP എന്ന് പറയുന്ന സാധനം ഏതുമായിട്ടാണ് ഇന്റർലിങ്ക് ചെയ്തു പോയത് എന്നാണ് ചോദിക്കുന്നത്. ഇന്റർലിങ്ക് ചെയ്തു പോയത് ആരുമായിട്ട്? സ്വർണ ജയന്തി ഗ്രാം സ്വരോസ്ഗാർ യോജന. സ്വർണ ജയന്തി ഗ്രാം സ്വരോസ്ഗാർ യോജന, സ്വർണ ജയന്തി ഗ്രാം സ്വരോസ്ഗാർ യോജന. ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് കാലങ്ങളായി കേട്ടോ. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. സ്വർണ ജയന്തി ഗ്രാം സ്വരോസ്ഗാർ യോജന. നമ്മുടെ സിലബസ് പ്രകാരം ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യത പൊതുവെ കുറവാണ്. ഓക്കെ അല്ലേ? എന്നാലും സ്കീമുകൾ എന്നുള്ള നിലയിൽ എങ്ങാനും വന്നാലോ എന്നതുകൊണ്ട് നമ്മളൊന്ന് നോക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. സ്വർണ ജയന്തി സ്വർണ ജയന്തി ഗ്രാം സ്വരോസ്ഗാർ യോജന. അടുത്തതാകുന്ന ഈ ഒരു ചോദ്യം ഇമ്പോർട്ടൻ്റ്. വിച്ച് ഓഫ് ദ സ്കീം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ഗോൾഡൻ ജൂബിലി ഇയർ ഓഫ് ഇൻഡിപെൻഡൻസ് ആൻഡ് ഇസ് ഓപ്പറേഷണൽ സിൻസ് December 1st, 1997? 97 മുതൽ സ്റ്റിൽ ഇൻ ഓപ്പറേഷൻ ആകുന്ന ഒരു സാധനമാണ് ഏതെന്ന് പറയുന്നത്? സ്വർണ ജയന്തി എന്താണ് ഷഹാരി റോസ്ഗാർ യോജന എന്ന് പറയുന്നത് കേട്ടോ. ഇതും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമൊന്നുമല്ല. ഷഹാരി റോസ്ഗാർ യോജന. നമുക്ക് വേണ്ടത് മാത്രം പഠിച്ചാൽ പോരെ. ഈ ഒരു ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്, RTI പ്രകാരം ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ചോദ്യം. എനി ഇലക്ട്രോണിക് സിഗ്നേച്ചർ ഓർ ഇലക്ട്രോണിക് ഓതന്റിക്കേഷൻ ടെക്നിക് ഷാൽ ബി കൺസിഡേർഡ് റിലയബിൾ. എപ്പോഴാണ് അത് റിലയബിൾ ആകുന്നത് എന്നാണ്. ഷാൽ ബി കൺസിഡേർഡ് ടു ബി റിലയബിൾ, എപ്പോഴാണ് അത് റിലയബിൾ ആകുന്നത് എന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്. ഇഫ് ദ സിഗ്നേച്ചർ ക്രിയേഷൻ ഡേറ്റ ആൻഡ് ദ ഓതന്റിക്കേഷൻ ഡേറ്റ ആർ വിത്തിൻ ദ കോണ്ടെക്സ്റ്റ് ഇൻ വിച്ച് ദേ ആർ യൂസ്ഡ് ലിങ്ക്ഡ് ടു ദ സിഗ്നേറ്ററി ഓർ ആസ് ദ കേസ് മേ ബി ആൻഡ് ദ ഓതന്റിക്കേറ്റർ ആൻഡ് ഓഫ് നോ അതർ പേഴ്സൺ. ഒന്നുമില്ല, കൃത്യമായി അത് പറഞ്ഞിരിക്കുന്ന മാനദണ്ഡം പ്രകാരം ഉപയോഗിച്ചിരിക്കുന്നു എന്ന സാഹചര്യമാണ് എന്നാണെങ്കിൽ എന്ന രീതിയിൽ ഒരു ചോദ്യം. ഓക്കെ അല്ലേ? ഇഫ് ദ സിഗ്നേച്ചർ ക്രിയേഷൻ ഡേറ്റ ഓതന്റിക്കേഷൻ വെയർ അറ്റ് ദ ടൈം ഓഫ് സൈനിങ് അണ്ടർ ദ കൺട്രോൾ ഓഫ് സിഗ്നേറ്ററി ഓർ ആസ് ദ കേസ് മേ ബി ദ ഓതന്റിക്കേഷൻ ഓർ നോ അതർ പേഴ്സൺ. അറിയാലോ, ഇത് ഒപ്പിടുന്ന സമയത്തെല്ലാം അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ്. ഇഫ് അലിഗേഷൻ ഓഫ് ദി ടു ദ ഇൻഫർമേഷൻ മെയ്ഡ് ആഫ്റ്റർ ദ ഓതന്റിക്കേഷൻ ബൈ ദി ഈസ് ഡിറ്റക്റ്റബിൾ. ഈ 3 സ്റ്റേറ്റ്മെന്റ് ഇതിനകത്ത് ശരിയായിട്ടാണ് വരുന്നത്. നിങ്ങൾ അതൊന്ന് വായിച്ചു നോക്കിയാൽ അതെന്താണ് ഒരു ഐഡിയ നിങ്ങൾക്ക് അന്നേരം കിട്ടുന്നുണ്ട്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം നോക്കിയാൽ വിച്ച് among the following is a malware program that replicates itself in order to spread to other computer? ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് അടുത്തതിനകത്തേക്ക് വന്നു കയറുന്ന ഒരു മാൽവെയർ പ്രോഗ്രാം എന്ന് പറയുന്നത് ഈ കൂട്ടത്തിൽ ആരാണ്? ഒന്നീന്ന് അടുത്തതിലേക്ക് പോകണം കേട്ടോ. അതാണ് കമ്പ്യൂട്ടർ നുഴഞ്ഞു കയറുന്ന പരിപാടി.
അത് ഈ പുഴുവിനുള്ള പരിപാടിയല്ലേ, നുഴഞ്ഞു കയറുന്ന പരിപാടി. കമ്പ്യൂട്ടർ വോം എന്നാണ് അതിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് കേട്ടോ. ഇനി IT റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഇനിയും വരുന്നുണ്ടല്ലോ. അതാ നോക്കിയത്, ആക്ട് ഓഫ് ക്രിയേറ്റിംഗ് മിസ്ലീഡിംഗ് വെബ്സൈറ്റ് ഫോർ ദ പർപ്പസ് ഓഫ് ഓൺലൈൻ ഐഡന്റിറ്റി തെഫ്റ്റ് ഈസ് കോൾഡ് ഡാഷ്. അപ്പോൾ ഈ ഐഡന്റിറ്റി തെഫ്റ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഓൺലൈൻ ആകുന്ന മിസ്ലീഡിംഗ് വെബ്സൈറ്റുകൾ എന്ന് പറയുന്ന സാധനത്തിനെ നമ്മൾ വിളിക്കുന്ന പേര് എന്താണ്? ആ പേര് എന്താണ് എന്ന് ചോദിച്ചാൽ, ആക്ച്വലി വെബ്സൈറ്റുകൾ ഉണ്ടാക്കുക എന്ന് പറയുമ്പോഴത്തേക്ക്, അത് ഫേക്ക് വെബ്സൈറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കതിനെ ഫിഷിംഗ് എന്ന് പറയാൻ പറ്റും. ഈ ഐഡന്റിറ്റി തെഫ്റ്റ് എന്നൊരു വാക്ക് നമുക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഐഡന്റിറ്റി തെഫ്റ്റ് നടത്തുക മാത്രമല്ലല്ലോ അവിടുത്തെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അവിടെ വെബ്സൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഫിഷിംഗ് എന്ന് പറയാം. ഓക്കെയാണ്, അത് അത്രയും മതിയാവും. അത് ആ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 93. അടുത്ത 94 ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ റിക്വയർമെന്റ് ഫോർ ഓപ്പറേറ്റിംഗ് എ വൈഫൈ നെറ്റ്വർക്ക്? വൈഫൈ നെറ്റ്വർക്ക് നോട്ട് എ റിക്വയർമെന്റ് ആകുന്ന സാധനം, അതായത് എന്തൊക്കെയാണ് വേണ്ടാത്തത് എന്നാണ്. ഈ പറയുന്നതിനകത്ത് എന്തില്ലാതെ നമുക്ക് വൈഫൈ നെറ്റ്വർക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നാണ് അവർ ചോദിക്കുന്നത്. ട്രാൻസ്പോണ്ടേഴ്സ് എന്ന് പറയുന്ന സാധനത്തിന്റെ ആവശ്യമില്ല. ആന്റിന എന്തായാലും വേണം. നമ്മുടെ വീട്ടിലിരിക്കുന്ന വയർലെസ് അഡാപ്റ്ററിനകത്ത് ആന്റിനയൊക്കെ കാണാറുണ്ട്, വൈറസ് റൗട്ടർ നമ്മൾ കാണാറുണ്ട് അല്ലേ. ട്രാൻസ്പോണ്ടേഴ്സ് എന്ന് പറയുന്ന സാധനമാണ് വേണ്ടാത്തത്. അതുകൊണ്ട് ചോദ്യത്തിന് ആൻസർ അതാണ് കേട്ടോ. അടുത്ത ചോദ്യം നോക്കുക, ദ ആക്ടിവിറ്റി ഓഫ് ക്രിയേറ്റിംഗ് സെക്ടേഴ്സ് ആൻഡ് ട്രാക്സ് ഓൺ എ ഹാർഡ് ഡിസ്ക് ഈസ് കോൾഡ് ഡാഷ്. അപ്പോൾ സെക്ടറുകൾ ഉണ്ടാക്കുന്നു, ട്രാക്സ് ഒക്കെ ഉണ്ടാക്കുന്നു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹാർഡ് ഡിസ്കിൽ അത് ചെയ്താൽ അതിനെ വിളിക്കുന്ന പേര് എന്താണ് എന്നാണ് ചോദിക്കുന്നത്. അതിന്റെ പേരാണ് ഫോർമാറ്റിംഗ്. ഓക്കെയാണ്, ഫോർമാറ്റിംഗ്. അപ്പോൾ സെക്ടേഴ്സ് ആൻഡ് ട്രാക്സ് ഉണ്ടാക്കുന്ന ആ ഹാർഡ് ഡിസ്കിനകത്ത് ചെയ്യുന്ന ആ പരിപാടിയെ വിളിക്കുന്ന പേരാണ് എന്ത്? ഫോർമാറ്റിംഗ്. ഓക്കെ ആണോ? അടുത്തതാകുന്ന ചോദ്യം, ഇത് ഇമ്പോർട്ടന്റ് ആകുന്ന ചോദ്യം, ഇനി അങ്ങോട്ടുള്ള നമ്മുടെ SIയുടെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം. എന്താന്ന് നോക്കേടാ, ദ ഇന്ത്യൻ കമ്പ്യൂട്ടർ റെസ്പോൺസ് എമർജൻസി ടീം സെർവ്സ് ആസ്. ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം സെർവ്സ് ആസ് എന്തായിട്ട് അവർ എന്ത് ചെയ്യുന്നു? സെർവ് ചെയ്യുന്നു എന്നാണ്. അതാണ് ദ നാഷണൽ ഏജൻസി ഫോർ ഇൻസിഡന്റ് റെസ്പോൺസ്. പെട്ടെന്ന് എന്തെങ്കിലും ഒരു അത്യാഹിതം സംഭവിച്ചാൽ ഇവരാണ് അതിനുള്ള തീരുമാനങ്ങളും അല്ലെങ്കിൽ ഇവരാണ് അതിനുള്ള കാര്യങ്ങളും നടപടികളും എല്ലാം സ്വീകരിക്കുന്നത്. പെട്ടെന്നുള്ളതാകുന്ന തീരുമാനങ്ങളെല്ലാം ഇവരിലൂടെയാണ് നടക്കുന്നത് കേട്ടോ. അപ്പോൾ കമ്പ്യൂട്ടർ റെസ്പോൺസ് എന്ന് പറയുമ്പോൾ, കമ്പ്യൂട്ടർ റെസ്പോൺസ് എമർജൻസി ടീം എന്ന് പറയുന്നത് നാഷണൽ ഏജൻസി ഫോർ ഇൻസിഡന്റ് റെസ്പോൺസ് ആണ് കേട്ടോ. അടുത്ത ചോദ്യം, ഇനി ഒരു 4 ചോദ്യം കൂടെ ഉള്ളൂ. നോക്കിക്കോടാ, വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് കൺട്രോൾ യൂണിറ്റ്? CPU എന്ന് പറയുന്ന സാധനം എന്തിനു വേണ്ടിയിട്ടുള്ളതാ? ടു പെർഫോം ലോജിക്കൽ ഫംഗ്ഷൻസ് എന്നാണോ പറയണ്ടേ? ടു പെർഫോം ലോജിക്കൽ ഫംഗ്ഷൻസ് എന്നാണോ? അപ്പൊ നോക്കുമ്പോഴത്തേക്ക് ഡീകോഡ് പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസ് എന്നൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഈ ചോദ്യം ക്യാൻസൽഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കാണുമ്പോൾ തന്നെ അറിയാം, ടു സ്റ്റോർ ദ പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസ് എന്നാണോ? ഇതിൽ അങ്ങനെ ഒരു ആൻസർ പറയാൻ പറ്റത്തില്ല. ഇത് ക്യാൻസൽഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 98 ക്വസ്റ്റ്യൻ നോക്കേ, എന്താടാ ഈ പറയുന്ന GNU എന്ന് പറയുന്ന GNU പ്രൈവസി ഗാർഡ്? കണ്ടോ, GNU പ്രൈവസി ഗാർഡിനെ വിളിക്കുന്ന പേരാണ് GPG. എന്താണ് ഈ സാധനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ, എ ക്രിപ്റ്റോഗ്രാഫിക് സോഫ്റ്റ്വെയർ വിച്ച് പ്രൊവൈഡ്സ് ഫോർ കീ ബേസ്ഡ് അസിമെട്രിക് ക്രിപ്റ്റോഗ്രഫി ഫോർ ദ എൻക്രിപ്ഷൻ ആൻഡ് ഓതന്റിക്കേഷൻ. അപ്പോൾ ഇതൊരു ക്രിപ്റ്റോഗ്രാഫിക് സോഫ്റ്റ്വെയറിന്റെ പേരാണ് GPG എന്ന് പറയുന്നത് കേട്ടോ. GPG എന്ന് പറയുന്നത് ഒരു ക്രിപ്റ്റോഗ്രാഫിക് സോഫ്റ്റ്വെയർ ആണ്. GNU പ്രൈവസി ഗാർഡ് എന്ന് പറയുന്നത് ഒരു ക്രിപ്റ്റോഗ്രാഫിക് സോഫ്റ്റ്വെയർ ആണ്. സോ ഇറ്റ് പ്രൊവൈഡ്സ് ഫോർ കീ ബേസ്ഡ് അസിമെട്രിക് ക്രിപ്റ്റോഗ്രഫി ഫോർ എൻക്രിപ്ഷൻ ആൻഡ് ഓതന്റിക്കേഷൻ. ഒന്നും നോക്കണമെന്നില്ല, ജസ്റ്റ് അതൊരു ആ ഒരു സോഫ്റ്റ്വെയർ ആണെന്നുള്ള രീതിയിൽ അത് ഓർത്തു വയ്ക്കും. ഇവിടെ ഇമെയിൽ ട്രാൻസ്മിഷൻ അക്രോസ് ഇന്റർനെറ്റ്, നമുക്ക് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നു? ഇതിനകത്ത് ഏത് യൂസ് ചെയ്താലാണ് പറ്റുക? അറിയാം, എന്താണ്? ഷോർട്ട് മെസ്സേജ്. കണ്ടോ, ഷോർട്ട് മെസ്സേജസ് എന്നുള്ളത് SMTP ആണ് കേട്ടോ. എന്താണ് സാധനം? SMTP. ഈ SMTPയുടെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം. ഞാൻ ഈ ഷോർട്ട് മെസ്സേജ് എന്നുള്ള രീതിയിൽ അതിനെ ഓർത്ത് വെച്ചേക്കുന്നത്. SMTP എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചാൽ സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്നാണ് കേട്ടോ. ഞാൻ ഈ SMTP എന്ന് പറയുന്ന ഷോർട്ട് മെസ്സേജ് എന്നുള്ള രീതിയിൽ ഓർത്ത് വെച്ചേക്കുന്നത്. ഇമെയിൽ മെസ്സേജ് അയക്കുന്ന പരിപാടിയല്ലേ. ശരിക്കും പറഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്നത് സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്നാണ് കേട്ടോ. സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഓക്കെ ആണോ? സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ ആണ്, അതും പിടികിട്ടി. അടുത്തതാകുന്ന ചോദ്യത്തിനകത്തേക്ക് പോവാം. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, സെക്യൂറിംഗ് ഓർ അറ്റംപ്റ്റിംഗ് ടു സെക്യൂർ ആക്സസ് ടു എ പ്രൊട്ടക്റ്റഡ് സിസ്റ്റം in contravention of section 17 of Information Technology Act is an offense which is ഇത് സെക്ഷൻ 70 പ്രകാരമാണ്. അപ്പോൾ അത് ഒരു ഒഫൻസ് ആയി മാറും എന്നുള്ളത്
അറിയാം. അത് ഏത് തരത്തിലുള്ള ഒരു ഒഫൻസായി മാറും എന്നുള്ളതാണ് അവരവിടെ ചോദിക്കുന്നത്. ഇത് ഒരു കോഗ്നിസിബിൾ ആകുന്ന, അത് കോഗ്നിസിബിൾ എന്ന് പറഞ്ഞാൽ വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. നോൺ ബെയിലബിൾ, പിടിച്ചകത്തിട്ടാൽ പുറത്തിറങ്ങാൻ പറ്റാത്തത്. പണിഷബിൾ ആണ് വിത്ത് ഇംപ്രിസൺമെന്റ് ഫോർ എ ടേം വിച്ച് മേ എക്സ്റ്റെൻഡ് അപ് ടു 10 ഇയേഴ്സ്. ഇത് നമ്മുടെ നിലവിലത്തെ ഈ 2019 വന്ന എന്താണ് IT ആക്ടിന്റെ ഭേദഗതി സംബന്ധമാകുന്ന രീതിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. എന്നിരുന്നാലും തൽക്കാലം ഇത് പണിഷബിളും കോഗ്നിസിബിളും ബെയിലബിളും നോൺ ബെയിലബിളും ആണെന്നുള്ളതൊന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ശരി. അപ്പോൾ തൽക്കാലം ഇത്രയും ചോദ്യങ്ങളാകുമ്പോഴേക്കും നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, നമുക്ക് SI റിലേറ്റഡ് ആകുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഏറ്റവും നല്ലതുപോലെ നോക്കിയിട്ടുണ്ടാവും. ഞാൻ പരമാവധിയാകുന്ന രീതിയിൽ ക്വസ്റ്റ്യൻ പേപ്പർ കവർ ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കാൻ ആണ് ശ്രമിച്ചിട്ടുള്ളത്. കുറേ നോക്കി നിങ്ങൾ വെച്ചിട്ടില്ലാത്ത കുറച്ച് ചോദ്യങ്ങൾ ഒന്നുകൂടി ഒന്ന് നോക്കണം, ദാ ഇതാണ് നോക്കേണ്ടത് എന്നൊന്ന് പറഞ്ഞു തരാൻ വേണ്ടി തന്നതാ കേട്ടോ. അപ്പോൾ ഈ ഒരു ചോദ്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ നോക്കിയിട്ട് പരീക്ഷയ്ക്ക് പോകുമെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ചോദ്യപേപ്പറുമായിട്ട് ഞാൻ അടുത്തൊരു വീഡിയോ ഇടുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ലൈവിനകത്ത് നമുക്ക് കൂടുതൽ ചോദ്യങ്ങൾ ഉൾപ്പെടുത്താമേ. അപ്പോൾ ശരി.